ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഒരുപാട് മക്കള് നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബയോളജിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അത് തന്നെയാണ് ഈ വീഡിയോയിൽ സംഭവിക്കുന്നതും. ബയോളജിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മികച്ച രീതിയിൽ തന്നെ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് ഓരോ ചോദ്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സെഷനാണ് ഈ സെഷൻ. തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ മക്കളെ, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും പഠിക്കട്ടെ, അവരും എന്ത് ചെയ്യട്ടെ, നിങ്ങളെ പോലെ തന്നെ മുന്നേറട്ടെ. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇനീഷ്യലി കാണിച്ചിരിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, സയൻസ് ഓവറോൾ 3 മണിക്കൂറിന്റെ പരീക്ഷയാണ് നമുക്ക് ഉണ്ടാവുക. 3 മണിക്കൂറിന്റെ പരീക്ഷ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും. അതിൽ സെക്ഷൻ എ എന്ന് പറയുന്നത് ബയോളജി ആണെന്നും, സെക്ഷൻ ബി എന്ന് പറയുന്നത് കെമിസ്ട്രി ആണെന്നും, സെക്ഷൻ സി എന്ന് പറയുന്നത് ഫിസിക്സ് ആണെന്നുമുള്ള ധാരണ എല്ലാവർക്കും ഇതിനോടകം തന്നെ ഉണ്ടാവുമെന്ന് തന്നെ കരുതട്ടെ. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ സെക്ഷൻ വൈസ് ആയിരിക്കും എഴുതുന്നത്. സെക്ഷൻ വൈസ് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അറിയാത്തവരോടാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഓരോ സെക്ഷനും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വർഷത്തെ ഒരു പരിഷ്കാരങ്ങളിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമാണ് ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ ചോദ്യങ്ങളും കമ്പൽസറി ആണ് എന്നുള്ളതാണ്. എല്ലാ ചോദ്യങ്ങളും കമ്പൽസറി ആണെന്ന് പറയുമ്പോഴും അതിൽ ചില ചോദ്യങ്ങൾക്ക് ഇന്റേണൽ ചോയ്സുകളുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ഇന്റേണൽ ചോയ്സുകൾ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്റേണൽ ചോയ്സുകളുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഐദർ എ അല്ലെങ്കിൽ ബി എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതിയാവും. സോ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് മാക്സിമം മാർക്ക് 80 മാർക്കാണ്. അതിൽ 30 മാർക്സ് ബയോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. സോ ബയോളജിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സോ ഡയറക്ട്ലി നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ സെക്ഷൻ എ ബയോളജിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നന്നായിട്ട് ഒന്ന് വായിച്ച് കൃത്യമായി മനസ്സിലാക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? സെലക്ട് ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ഓൾ ഓർഗാനിസം ഹാവ് ദി സെയിം മോഡ് ഓഫ് ന്യൂട്രീഷൻ. താഴെ ഓപ്ഷൻസിൽ ഒരുപാട് ജീവികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരേ മോഡ് ഓഫ് ന്യൂട്രീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ ഏതൊക്കെ എന്നുള്ളതാണ്. അപ്പൊ ന്യൂട്രീഷൻ എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പൊ നമുക്കറിയാം, ലൈഫ് പ്രോസസ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും. ഏകദേശം ഒരു 11 മാർക്കോളം നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത, 10 മുതൽ 11 മാർക്കോളം ചോദ്യങ്ങൾ വരാനുള്ള ഏറിയ പങ്ക് സാധ്യത വരുന്നത് ലൈഫ് പ്രോസസ് ആണ്. ഒരിക്കലും ഒരു കോംപ്രമൈസും വരുത്താതെ പഠിക്കേണ്ട ചാപ്റ്റർ ലൈഫ് പ്രോസസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വീണ്ടും അടിവരയിട്ട് പറയുന്നു. സോ ഇവിടെ ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന ജീവികളിൽ ഒരേ ടൈപ്പ് ന്യൂട്രീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആരൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ന്യൂട്രീഷൻ നമുക്കറിയാം, ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹെറ്ററോട്രോഫിക് മോഡിൽ തന്നെ ഹോളോസോയിക് ഉണ്ട് നമ്മൾ പഠിക്കുന്നത്, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ പഠിക്കുന്നുണ്ട്, സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചില ജീവികളെ കാണുമ്പോൾ നമുക്ക് പാരസൈറ്റിസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണം കസ്ക്യൂട്ട, ടിക്സ്, ലൈസ്, ലീച്ചസ്, ടേപ്പ്വാം, ഇവരൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. സോ വളരെ കൃത്യമായി തന്നെ നമുക്ക് ഇവിടുന്ന് ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കാരണം ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. സോ ഇത് വളരെ കൃത്യമായി തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്നുള്ള ഹെഡിങ്ങിൽ വളരെ കൃത്യമായി തന്നെ എല്ലാ എക്സാമ്പിൾസും ഈ ഒരു പാരഗ്രാഫിൽ തന്നെ, ഈ 5.2.2 എന്ന് പറയുന്ന സെഷനിൽ അതിന്റെ പാരഗ്രാഫിൽ ഏറ്റവും അവസാനമായി പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളുടെ പേരുകൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കസ്ക്യൂട്ട, ടിക്ക്, ലൈസ് അതേപോലെ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുമുള്ളത്. സോ മക്കളെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടതിന്റെ അനിവാര്യത, ഇമ്പോർട്ടൻസ് അത് സൂചിപ്പിക്കുന്നുണ്ട്. സോ നമുക്കിപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫിൽ നിന്നുള്ള വേർഡ്സ് ആണ്. ഇത് ബോൾഡ് പോലും ചെയ്തിട്ട് കൊടുത്തിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷെ അവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച മുമ്പ് തന്നെ, ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ടെക്സ്റ്റ് ബുക്ക്. സോ അത് വളരെ വ്യക്തമായി തന്നെ ഈ ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നന്നായിട്ട് വായിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ചോദ്യം നന്നായിട്ട് വായിക്കുക എന്നുള്ളത്. ചോദ്യം നന്നായിട്ട് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ നിങ്ങൾ പകുതി ജയിച്ചു, പകുതി നിങ്ങൾ സക്സസ് ആയി. പല മക്കളും തെറ്റിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വരുത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ചോദ്യം വായിക്കാത്തത് കൊണ്ടാണ്.
അല്ലെങ്കിൽ ചോദ്യം കൃത്യമായിട്ട് വായിക്കാതെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സോ ആ പ്രോബ്ലം ഒന്നും ഇനി ഉണ്ടാകാൻ പാടില്ല. നമുക്കിനി എക്സ്ക്യൂസ് ഇല്ല. നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ എക്സാമിന് മികച്ച മാർക്ക് എടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടത്. ഇനി നമുക്ക് എക്സ്ക്യൂസ് ഇല്ല. ചോദ്യം നേരെ കണ്ടില്ല, ചോദ്യത്തിന് അർത്ഥം മനസ്സിലായില്ല, അങ്ങനെ ഒരു എക്സ്ക്യൂസ് നമുക്ക് ഇനി പറയാനില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇൻഡിക്കേറ്റ് പ്രൊഡക്റ്റ് ഫോംഡ് ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന റെസ്പിറേഷൻ എന്ന പ്രോസസ്സിലാണ്. അപ്പൊ ചോദ്യം അതല്ല, മസിൽ സെൽസിൽ നടക്കുന്നതും ലാക്ക് ഓഫ് ഓക്സിജൻ കണ്ടീഷനിലും നമ്മൾ വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇനിഷ്യലി സൈറ്റോപ്ലാസ്റ്റിൽ ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഡൗൺ ടു പൈറുവേറ്റ്. പിന്നെ ഈ പൈറുവേറ്റ് മസിൽ സെൽസിൽ എന്തായിട്ടാണ് മാറുക? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് എനർജി ആയിട്ടാണ് മാറുന്നത്. സോ ഇത് വളരെ കൃത്യമായി തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. ആ ലാക്റ്റിക് ആസിഡ് ഡിപ്പോസിഷൻ ക്രാമ്പ് കോസ് ചെയ്യുന്നു എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായി മക്കളെ ഈ ഒരു സംഗതി പഠിക്കാതെ ആരും എന്ത് ചെയ്യരുത്, ആരും പരീക്ഷയ്ക്ക് പോകരുത്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ലൈഫ് പ്രോസസ് ഉള്ള ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും റെസ്പിറേഷൻ റിലേറ്റഡ് ആയിട്ട് ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യം ഉറപ്പാണ് നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിരിക്കും. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. മസിൽ സെൽസിൽ നടക്കുന്നു ലാക്ക് ഓഫ് ഓക്സിജൻ കണ്ടീഷനിൽ ലാക്റ്റിക് ആസിഡും എനർജിയുമാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ലാക്റ്റിക് ആസിഡ് എനർജി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചവർക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ, അടുത്ത ചോദ്യം മൂന്നാമത്തത് MCQ എന്ന് പറയുമ്പോൾ നോക്കിക്കോ. ഇതെന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നോക്കി ചോദ്യം എന്താ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് പാർട്ട്? അത് പാർട്ട് ഓഫ് ദ ബ്രെയിനും ഫംഗ്ഷനും. പാർട്ട് ഓഫ് ദ ബ്രെയിനും ഫംഗ്ഷനും കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ളവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ പോസ്റ്റർ ആൻഡ് ബാലൻസ് സെറിബെല്ലോ ആണ്, സെറിബ്രോ അല്ല. സോ ദിസ് ഈസ് റോങ്. സലൈവേഷൻ മെഡുല നമ്മൾ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് കോമ്പിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സലൈവേഷൻ മെഡുലയാണ്. ഹങ്കർ ഹൈപ്പോതലാമസ. ബ്ലഡ് പ്രഷർ മെഡുലയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചേ, മെഡുല ഇൻ മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞ തെറ്റാണ്. മെഡുല ആക്ച്വലി ഹൈൻ ബ്രെയിനിലാണ്. മെഡുല മിഡ് ബ്രെയിൻ അല്ലല്ലോ, ഹൈൻ ബ്രെയിൻ അല്ലേ. സോ ഈ ഓപ്ഷനിൽ നമുക്ക് തെറ്റാ പറയാം. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പൊ ശരി ഉത്തരം ഏതാ? ശരി ഉത്തരം ഡി ആ. ശരി ഉത്തരം ഡി ആണ്. മെഡുല ഹൈൻ ബ്രെയിൻ റീജിയനാ. മെഡുല ആയാലും പോൺസ് ആയാലും സെറിബെല്ലോ ആയാലും ഒക്കെ ഹൈൻ ബ്രെയിനാ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇത് വളരെ കൃത്യമായി ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് മെഡുലയാണെന്നും അത് ഹൈൻഡ് ബ്രെയിൻ്റെ പോർഷൻ ആണെന്നും ബ്രെയിൻ്റെ ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്ന പാർട്ടിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെയല്ലേ ഇവിടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെഡുലയാണ്, അദ്ദേഹം ഹൈൻഡ് ബ്രെയിൻ്റെ പാർട്ടാണ്. വളരെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി സലൈവേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മെഡുലയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നും നമുക്കറിയാം. പക്ഷേ അവിടെ ട്വിസ്റ്റ് ആക്കിയത് എന്താണ്? മിഡ് ബ്രെയിൻ എന്ന് കൊടുത്തുകൊണ്ട് ട്വിസ്റ്റ് ആക്കി. ആക്ച്വലി മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗത്തല്ല ആരുള്ളത്, മെഡുല ഉള്ളത്. മെഡുല ഹൈൻഡ് ബ്രെയിൻ റീജിയൻ ആണ്. അങ്ങനെയൊക്കെ ചോദ്യങ്ങളുടെ ഓപ്ഷൻസിൽ മക്കളെ ശ്രദ്ധിച്ചോ, ചോദ്യങ്ങളുടെ ഓപ്ഷൻസിൽ നിങ്ങൾക്കുള്ള കെണികൾ ഉണ്ടാവും. നിങ്ങളെ ട്രാപ്പിലാക്കേണ്ട സംഗതികൾ ഓപ്ഷൻസിൽ ഉണ്ടാവും. അത് വൈസ്ലി നിങ്ങൾ അത് തിരിച്ചറിയണം. അതുകൊണ്ടാണ് കൃത്യമായി വായിക്കണം. കാള പെറ്റു എന്നറിയുമ്പോൾ കയറെടുക്കരുത്, കൃത്യമായി വായിക്കുക. സലൈവേഷൻ മെഡുല എന്ന് പറയുമ്പോൾ തന്നെ ശരിയാണല്ലോ, പെട്ടെന്ന് ക്ലിക്ക് ചെയ്യരുത്. നോക്കുക, മിഡ് ബ്രെയിൻ എന്നുള്ള കൊടുത്തിട്ടുണ്ട്, തെറ്റാണ്. പല ആളുകളും ഇവിടെ തന്നെ ശരിയാണല്ലോ, ശരി കണ്ടല്ലോ എന്ന് വെച്ച് അപ്പം തന്നെ ഓപ്ഷൻ കൊടുക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് വരും. ഇത് വായിക്കാൻ പോലും നിൽക്കൂല. അങ്ങനെയാണ് പല മിസ്റ്റേക്കുകളും പല കുട്ടികളും മാർക്ക് നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ചോദ്യം നേരെ വായിക്കാതെയോ ഓപ്ഷൻസ് നേരെ വായിക്കാതെയോ ഉത്തരം തെറ്റിക്കരുത്. ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സാറ് പറയുന്നത്. ഗുരുതരമായി തന്നെ നിങ്ങൾ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും അത് പരിഗണിക്കണം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ എ പേഷ്യന്റ് വാസ് വെരി ഹൈ. ഇറ്റ് മേ ബി ഡ്യൂ ടു, ഇത് ഈസി ആയിട്ട് പറയാം, ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ആരാ? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ബീറ്റാ സെൽസ്, അല്ലെങ്കിൽ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഓപ്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താം. ഇൻസുലിൻ സെക്രീറ്റഡ് ഫ്രം പാൻക്രിയാസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പല ആളുകളും ഗ്ലാൻഡുകൾ തെറ്റിക്കരുത്. ഇൻസുലിൻ എന്നുള്ളൊരു ഓപ്ഷൻ വേറെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി അല്ല, പാൻക്രിയാസ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ അവരുടെ ബോഡിയിൽ നടക്കില്ല. അപ്പോഴാണ് അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. കണ്ടോ? ഈ ആക്ച്വലി ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം സെക്രീറ്റ് ചെയ്യുന്ന ആരാ? പാൻക്രിയാസ് ആണ്. എന്തിനാ അദ്ദേഹം സഹായിക്കുക? റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ ലെവൽ. എല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായി തന്നെ ഉണ്ട്.
എന്നുള്ളത് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഇത് ഒരു മോണോഹൈബ്രിഡ് ക്രോസിംഗുമായി ബന്ധപ്പെട്ട ഹെറിഡിറ്റിയിലെ പ്രധാനപ്പെട്ട മോണോഹൈബ്രിഡ് ക്രോസിംഗും ഡൈഹൈബ്രിഡ് ക്രോസിംഗും ഒക്കെ നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചവരാണ്. ഒരു മോണോഹൈബ്രിഡ് ക്രോസിംഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ബ്ലാക്ക് ഫർഡ് റാബിറ്റ്, അതായത് കറുത്ത രോമാവരണമുള്ള മുയൽ, അതുപോലെ തന്നെ വൈറ്റ് ഫർഡ് റാബിറ്റ്. വൈറ്റ് ഫർഡ് റാബിറ്റ് ഇതാണ്, വെള്ള രോമാവൃതമുള്ള മുയൽ. അപ്പൊ ഇവരെ നമ്മൾ മേറ്റ് ചെയ്യുന്നു. ഇവരെ സൂചിപ്പിക്കുന്ന ആ ഒരു ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിനെ സൂചിപ്പിക്കുന്ന ക്യാപിറ്റൽ ബി, വൈറ്റിനെ സ്മോൾ ബി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഓൾ ഓസ്പ്രിംഗ് വെയർ ഫൗണ്ട് ടു ബി ബ്ലാക്ക് ഫർ. അതായത് ഈ വൈറ്റ് ഫറും ബ്ലാക്ക് ഫറിനെയും ക്രോസ് ചെയ്തപ്പോൾ എല്ലാവരും ബ്ലാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരെയും ബ്ലാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ബ്ലാക്ക് ആണ് ഇവിടെ ഡോമിനന്റ് ട്രേറ്റ്, വൈറ്റ് റിസസീവ് ആണ്. ബ്ലാക്ക് ഡോമിനന്റ് ആണ്, വൈറ്റ് റിസസീവ് ആണ്. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് അബൌട്ട് ദി ജനറ്റിക് മേക്കപ്പ് ഓഫ് ദി പാരന്റ് റാബിറ്റ്? ഇതാണ് ചോദ്യം. പാരന്റ് റാബിറ്റിന്റെ ജീനോടൈപ്പ് എന്താണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ മക്കളെ, നിങ്ങൾക്കറിയാം ബ്ലാക്ക് റാബിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ബി എന്ന് സൂചിപ്പിക്കുന്നു, ഹോമോസൈഗസ് കണ്ടീഷൻ. ഇവിടെ വൈറ്റ് റാബിറ്റിനെ സ്മോൾ ബി എന്ന് പരിഗണിക്കുന്നു. ഇതേ കോമ്പിനേഷനിൽ നിങ്ങൾ മോണോഹൈബ്രിഡിൽ ടോൾ വെച്ചിട്ടൊക്കെ നിങ്ങൾ പല എക്സാമ്പിൾസ് ചെയ്തതാണ്. വളരെ ഈസി ഇതിന്റെ ആൻസറിലേക്ക് എത്താം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഗ്യാമീറ്റ്സ് എടുത്തെഴുതുന്ന സമയത്ത് ഇവിടെ ക്യാപിറ്റൽ ബി ആണ് ഇവിടുത്തെ ഗ്യാമീറ്റ്. ഇവിടുത്തെ ഗ്യാമീറ്റ് എന്ന് പറയുന്നത് സ്മോൾ ബി ആണ്. ഇതിൽ ആർക്കും സംശയമൊന്നുമില്ല. അപ്പൊ ഇനി ഗ്യാമീറ്റുകൾ ഫ്യൂസ് ആവണം. ഗ്യാമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ആ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ആവുന്നു. അപ്പൊ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ആവുമ്പോൾ റിസൾട്ടിങ് കോമ്പിനേഷൻ ക്യാപിറ്റൽ ബി സ്മോൾ ബി. അപ്പൊ ഇത് ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണ്. നമുക്കറിയാം ഡോമിനന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ബ്ലാക്ക് റാബിറ്റ് തന്നെയാണ്, ബ്ലാക്ക് ഫർഡ് റാബിറ്റ്. കറുത്ത രോമാവരണമുള്ള മുയൽ തന്നെയാണ്. ഒന്നാം തലമുറയിലെ എല്ലാ മുയലുകളും ബ്ലാക്ക് ആയിരിക്കും. കാരണം ഇവിടെ ബ്ലാക്ക് ആണ് ഡോമിനന്റ്, ക്യാപിറ്റൽ അല്ലെ, ബ്ലാക്ക് ആണ് ഡോമിനന്റ്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ക്യാപിറ്റൽ ഉണ്ട്. സോ ബ്ലാക്ക് ഈസ് ദ ഡോമിനന്റ്. അപ്പൊ എല്ലാ മുയലുകളും കറുത്ത മുയല്. അപ്പൊ ചോദ്യം എന്താണെന്നല്ല, ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? കറുത്ത രോമമുള്ള മുയലിനെയും, ചോദ്യം കൃത്യമായി ശ്രദ്ധിക്കണം, കറുത്ത രോമമുള്ള മുയലിനെയും വെളുത്ത രോമമുള്ള മുയലിനെയും ക്രോസ് ചെയ്തപ്പോൾ അവരുടെ ജീനോടൈപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. ജീനോടൈപ്പ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആകെ കാര്യം കറുത്ത മുയലിനെയും വെളുത്ത മുയലിനെയും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഒന്നാം തലമുറ, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ, ഒന്നാം തലമുറയിൽ കിട്ടുന്നതെല്ലാം ബ്ലാക്ക്. ആ ഒരു കോമ്പിനേഷൻ വരണമെങ്കിൽ, എല്ലാം ബ്ലാക്ക് ആവണമെങ്കിൽ നിർബന്ധമായും വിത്തൗട്ട് എനി കോംപ്രമൈസ് നിർബന്ധമായും ഇവിടെ എഴുതിയിരിക്കുന്ന ജീനോടൈപ്പ് ബ്ലാക്കിന് ക്യാപിറ്റൽ ബി, വൈറ്റിന് സ്മോൾ ബി ആയിരിക്കണം. അപ്പൊ പാരന്റിന്റെ കോമ്പിനേഷൻ ഇത് തന്നെ ആവണം നിർബന്ധമായും. ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്നെങ്കിൽ മാത്രമേ ഉണ്ടായ എല്ലാ കുഞ്ഞുങ്ങളും എന്താവുള്ളൂ? ബ്ലാക്ക് റാബിറ്റ് ആവുള്ളൂ. സോ ഓപ്ഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതേ കോമ്പിനേഷനിൽ പലവിധமான ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ പരീക്ഷയിലും നമുക്ക് പ്രതീക്ഷിക്കാം മോണോഹൈബ്രിഡ് ക്രോസിംഗുമായി ബന്ധപ്പെട്ട MCQ ചോദിച്ചാൽ എഴുതാൻ പറ്റിയിരിക്കണം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ക്ഷമയോടുകൂടി സ്റ്റേറ്റ്മെന്റ്സ് വായിക്കണം. തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ആക്കി തരും, തെറ്റിക്കാൻ സാധ്യതയുണ്ട്. സോ നന്നായി ചോദ്യം വായിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, പോസിറ്റീവ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടത്? ഓസോണുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യത്തിൽ. ഒന്നാമത്തെ ഓപ്ഷൻ നമ്പർ 1, ഓസോൺ ലെയർ ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ്. നോക്കിക്കേ, ഓസോൺ ലെയർ ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് ദ UV റേഡിയേഷൻ റീച്ചിങ് ദ എർത്ത് ആണോ? അല്ല. ഓസോൺ ആക്ച്വലി ബ്ലോക്ക് ആണ് ചെയ്യുന്നത്. ഓസോൺ ആക്ച്വലി UVന്റെ പ്രസൻസ് കുറക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയുടെ സർഫസിൽ. സോ അത് റോങ് ആണ്. ഓസോൺ ഇസ് ഡെഡ്ലി പോയിസൺ. നമുക്ക് പറഞ്ഞു ഗ്രൗണ്ട് ലെവലിൽ ഡെഡ്ലി പോയിസൺ ആണ്, ശരിയാണ്.
യാതൊരു തർക്കവും, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഓസോൺ ലെയർ ഷീൽഡ് ദി എർത്ത് ഫ്രം UV റേഡിയേഷൻ. ശരിയാണ്, അതിലും തെറ്റില്ല. UV റേഡിയേഷൻ നിന്ന് ഷീൽഡ് ചെയ്യുന്നത് ഓസോൺ ലെയർ പ്രസന്റ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ആണ്, പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓപ്ഷൻ 4 നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് 4 നോക്കിക്കേ. ഓസോൺ ലെയർ പ്രിവെന്റ് UV റേസ് വിച്ച് കോസ് സ്കിൻ ക്യാൻസർ. യെസ്, ദാറ്റ് ഓൾസോ ട്രൂ. UV റേഡിയേഷൻ ഭൂമിയിൽ വന്നാൽ നമുക്ക് സ്കിന്നിൽ വന്നാൽ സ്കിൻ ബേൺസും സ്കിൻ ക്യാൻസർ കോസ് ചെയ്യും. സോ UV റേസിനെ ആക്ച്വലി പ്രിവെന്റ് ചെയ്യുന്ന ആളാണ് ഓസോൺ ലെയർ. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അടുത്തത്, ഓസോൺ ഈസ് ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫ്ലൂറോ കാർബൺസ്. സി, ദിസ് ഈസ് റോങ്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണ് കാരണമാവുന്നത് ക്ലോറോഫ്ലൂറോ കാർബൺ, CFC അല്ലേ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണ് കാരണം, ഫോർമേഷൻ അല്ല. ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് തെറ്റാണ്. തെറ്റല്ലേ? തെറ്റാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് കുട്ടികളെ? രണ്ടാമത്തത് ശരിയാണ്, മൂന്നാമത്തത് ശരിയാണ്, നാലാമത്തതും ശരിയാണ് അല്ലെ? 2, 3, 4 ശരി എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷൻ വരിക? 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. 2, 3, 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. കിട്ടിയോ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഉത്തരമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അതും കൂടി പ്രസന്റ് ചെയ്യട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി ഓസോൺ ലെയർ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ഇവിടെയുണ്ട്. ഓസോൺ ഡെഡ്ലി പോയിസൺ ആണെന്നത് നമുക്കിവിടെ കാണാം. ഓസോൺ ഡെഡ്ലി പോയിസൺ ആണെന്നുള്ളത്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇറ്റ് ഷീൽഡ് സർഫസ് ഫ്രം അൾട്രാവയലറ്റ് റേഡിയേഷൻ അല്ലെ? ഷീൽഡ് ചെയ്യുന്നു ഫ്രം UV റേഡിയേഷൻ. ആ പോയിന്റ് അവിടെയുണ്ട്. അടുത്ത പോയിന്റ് എന്താ? സ്കിൻ ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ കേടാ, സ്കിൻ ക്യാൻസർ കോസ് ചെയ്യുന്നുണ്ട് UV റേ. ആ UV റേനെ ഷീൽഡ് ചെയ്യുമ്പോൾ സ്കിൻ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ക്ലോറോഫ്ലൂറോ കാർബൺസ് ഇത് കോസ് ചെയ്യും, ഡിക്രീസ് ചെയ്യാനാണ് കാരണം. ഓസോൺ ലെയറിന്റെ ആ ഒരു പ്രസൻസ് കുറക്കാനാണ് കാരണം, അല്ലാതെ ഫോർമേഷൻ അല്ല. ഇവിടെ ഫോർമേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തെറ്റായി. സോ എല്ലാത്തിന്റെയും ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. വീണ്ടും കൊണ്ട് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെട്ടി ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അടുത്ത സ്ലൈഡിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹ്യൂമൻ ആക്ടിവിറ്റി ഹാസ് റിസൾട്ടഡ് ഇൻ ഇൻക്രീസ്? നോക്കിക്കേ, ഇൻക്രീസ് വർധനവാണ് ഓഫ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ്. ഇത് അവർ എൻവിറോൺമെന്റ് എന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് വെച്ചാൽ ഒരിക്കലും നശിച്ചു പോവാത്ത, ഒരു മൈക്രോബിനും ആക്ട് ചെയ്ത് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് ആണ് ഈ നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത്. സോ ആ നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ് അക്യുമുലേറ്റ് ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാൻ കാരണമായ മനുഷ്യന്റെ പ്രവൃത്തി. സി, ഫസ്റ്റ് ഓപ്ഷൻ ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് പ്യുവർലി ഓർഗാനിക് ആണ്, ജൈവമാണ്. പ്ലാന്റിന്റെ ആനിമലിന്റെ വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്, അതൊക്കെ ബയോഡിഗ്രേഡബിൾ ആണ്, നോൺ ബയോ അല്ല. സോ ഇതൊരിക്കലും ഓപ്ഷനിൽ വരില്ല. ഇൻക്രീസ് ഇൻ ട്രീ പ്ലാന്റേഷൻ, മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അത് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ് കൂടുന്നതിന് കാരണമാവോ? ഇല്ല. യൂസ് ഓഫ് പ്ലാസ്റ്റിക്, തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഒരിക്കലും പ്ലാസ്റ്റിക്കിനെ ഡിഗ്രേഡ് ചെയ്യാൻ മൈക്രോബ്സിന് സാധിക്കുന്നില്ല. എൻസൈമാറ്റിക് ആക്ഷൻ കൊണ്ട് ഈ പ്ലാസ്റ്റിക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറ്റാനൊന്നും മൈക്രോബ്സിന് പറ്റുന്നില്ല. ദേ റിമെയിൻ ഓർ ദേ പെർസിസ്റ്റ് ഇൻ ദി എൻവിറോൺമെന്റ് ഫോർ എ വെരി ലോങ് ടൈം. പഠിച്ചിട്ടുണ്ട്. സോ ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ലെ? പ്ലാസ്റ്റിക് ആണ് അവിടെ എന്ത് നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞത്. സോ ആ ഓപ്ഷൻ ശരിയാണ്. കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നത് എന്താണ്? കിച്ചൺ വേസ്റ്റ് ഓർഗാനിക്കാ, ബയോഡിഗ്രേഡബിൾ ആ. അത് ഒരിക്കലും അക്യുമുലേഷൻ ഓഫ് നോൺ ബയോഡിഗ്രേഡബിൾ കാരണമാവുന്നില്ല. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അതും വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയുന്നുണ്ട് കേട്ടോ. ഹ്യൂമൻ മെയ്ഡ് മെറ്റീരിയലിലേക്ക് പ്ലാസ്റ്റിക്കിനൊന്നും നമുക്ക് ബാക്ടീരിയകൾക്കോ മറ്റു സാപ്രോഫൈറ്റുകൾക്കോ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ് നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത്. സോ വളരെ കൃത്യമായി തന്നെ നമുക്കിവിടെ പ്ലാസ്റ്റിക് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. പ്ലാസ്റ്റിക് എന്ന്, സോ പ്ലാസ്റ്റിക് ഹ്യൂമൻ മെയ്ഡ് പോളിമർ ആണ്. ഹ്യൂമൻ മെയ്ഡ് പോളിമർ ആണ്, സിന്തറ്റിക് ആണ്. അതുകൊണ്ട് അവരെ നമുക്ക് ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ക്ലിയർ? അടുത്ത എട്ടാമത്തെ അസേർഷൻ റീസണിങ് ടൈപ്പ്. അസേർഷൻ റീസണിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം. അസേർഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ടോൾനെസ് ഓഫ് പീ പ്ലാന്റ് ഈസ് കൺട്രോൾഡ് ബൈ എൻസൈം. ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു മിസ്റ്റേക്ക് അതിൽ കാണുന്നില്ല. ടോൾനെസ് ആക്ച്വലി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ക്യാരക്ടർ അത് കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി ജീനാണ്. ഏതൊരു ക്യാരക്ടർ ഇസ് ആക്ച്വലി കൺട്രോൾഡ് ബൈ ജീൻ പ്രസന്റ് ഇൻ ദ DNA. DNA-യിൽ പ്രസന്റ് ആയിട്ടുള്ള ജീന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യും. ആ പ്രോട്ടീൻ ആണ് ആക്ച്വലി ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ കാരണം. ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹോർമോൺ കാരണമാണ്. ബേസിക്കലി ഹോർമോൺ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഈ പറഞ്ഞിരിക്കുന്ന എൻസൈമാണ്, അല്ലെങ്കിൽ ജീനിന്റെ എൻസൈമാണ്, എൻസൈമിന്റെ ആക്ഷൻ ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി അതിന്റെ റീസണിലേക്ക് വരുമ്പോൾ
ദ ജീൻ, ഞാൻ പറഞ്ഞു ജീൻ ഫോർ ദാറ്റ് എൻസൈം, അത് വളർച്ചയ്ക്ക് കാരണമായ എൻസൈമിന്റെ ജീന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ പ്രോട്ടീൻ ചെടികളെ ടോളാവാൻ കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്ത് തന്നെ ശരിയാണ്. മാത്രമല്ല ഈ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. അസേർഷനും റീസണും ട്രൂ ആണ്. റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ സാധൂകരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ആൻസർ വരേണ്ടത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ഇതിന്റെ കൃത്യമായ വിവരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ദ DNA, നമ്മുടെ ഹൗ ഡു ദീസ് ട്രേറ്റ്സ് ഗെറ്റ് എക്സ്പ്രസ്ഡ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ കൃത്യമായി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൃത്യമായി ഇവിടെ പറയുന്നു സെക്ഷൻ ഓഫ് DNA, അതായത് ഏതൊരു ക്യാരക്ടറും കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ജീൻ എന്ന് പറയുന്നത് DNA സെക്ഷൻ ആണ്. ആ ജീൻ ഒരു കറസ്പോണ്ടിങ് പ്രോട്ടീനെ കോഡ് ചെയ്യുന്നു. ഏതൊരു ജീനും നമുക്ക് ഒരുപാട് ജീനുകൾ ഉണ്ടാവും. ഓരോ ജീനും കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നു. അത് ഇൻടേൺ ആണ് ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത്. പലവിധമായ സംഗതികൾ അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും നോക്കിക്കോ, നമുക്കറിയാം പ്ലാന്റ്സിന് ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. അപ്പൊ പ്ലാന്റ് ഹൈറ്റ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ ആ ഗ്രോത്ത് അല്ലെങ്കിൽ ഹൈറ്റിന് കാരണമാവുന്നത് പ്ലാന്റ് ഹോർമോൺസ് തന്നെയാണ്. ആ പ്ലാന്റ് ഹോർമോൺ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കേണ്ടത് എൻസൈം ആണ്. അതായത് ദ എമൗണ്ട് ഓഫ് പ്ലാന്റ് ഹോർമോൺ മെയ്ഡ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ എഫിഷ്യൻസി ഓഫ് പ്രോസസ് ഓഫ് മേക്കിംഗ് ഇറ്റ്. അവിടെ നോക്കി, ഇഫ് ദ എൻസൈം വർക്ക് എഫിഷ്യൻലി, എൻസൈം കൃത്യമായി വർക്ക് ചെയ്താൽ, എൻസൈമിന്റെ റോളാണ് പറയുന്നത്, എൻസൈം കൃത്യമായി വർക്ക് ചെയ്താൽ ഹോർമോൺ ഒരുപാട് ഉണ്ടാവും. അപ്പൊ വളർച്ചയും ഒരുപാടുണ്ട്, പ്ലാന്റ് നല്ല രീതിയിൽ വളരും. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിൽ എന്തെങ്കിലും ആൾട്രേഷൻ ഉണ്ടെങ്കിൽ ഈ എൻസൈമിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ലെസ് എഫിഷ്യന്റ് ആവുകയും ചെയ്യും. അപ്പൊ വളർച്ച എന്ത് ചെയ്യും, കുറയും, പ്ലാന്റ് ഷോർട്ട് ആവും. അതുകൊണ്ടാണ് പറയുന്നത് ജീൻ കൺട്രോൾ ക്യാരക്ടറിസ്റ്റിക്സ് ട്രീറ്റ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ജീൻ എവിടെയുണ്ട്, DNA-യിൽ. ഈ പ്രോസസ്സുകൾ കംപ്ലീറ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം എ ആണെന്ന് അനായാസം ഏതൊരു കുട്ടിക്കും എഴുതാൻ പറ്റും 8th ക്വസ്റ്റ്യന്റെ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ. അസേർഷൻ നോക്കിക്കുക, വൾച്ചർ വിൽ ഓൾവേസ് ഹാവ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ് ഇൻ ദ ഫുഡ് ചെയിൻ. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോർമലി വൾച്ചർ എന്ന് പറയുന്നത് ട്രോഫിക് ലെവൽ, ഹയർ ട്രോഫിക് ലെവലിൽ വരുന്ന ആളാണ്. വൾച്ചർ ഹയർ ട്രോഫിക് ലെവലിൽ വരുമ്പോൾ ഹയർ ട്രോഫിക് ലെവലിൽ വരുന്ന ആൾക്ക് മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ ഉണ്ടാവും. ലീസ്റ്റ് അല്ല, പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് കെമിക്കലാണ് അല്ലേ. അപ്പൊ അത് റോങ് ആണ്. റീസൺ പറഞ്ഞിരിക്കുന്നത് വൾച്ചർ ഒക്കുപ്പൈ ലാസ്റ്റ് ട്രോഫിക് ലെവൽ, അത് ശരിയാണ്. ആൻഡ് ഇറ്റ് ഗെറ്റ് ഓൺലി 10% ഓഫ് എനർജി ഇൻ ദ, അതൊക്കെ ശരിയാണ്. 10% ലോ പ്രകാരം പ്രീവിയസ് എനർജി ലെവലിൽ നിന്ന് 10% മാത്രമേ ഇദ്ദേഹത്തിന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അസേർഷൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ വരിക? ഇതിന്റെ ഉത്തരം വരിക അസേർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. 9 ഇതിന്റെ 9ാമത്തെ ഉത്തരത്തിന്റെ ഉത്തരം ഡി ആണ്. അസേർഷൻ തെറ്റാണ്, റീസൺ എന്താണ്, ശരിയാണ്. അപ്പൊ ഇതേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് പറയും, മനുഷ്യൻ ടോപ്പ് ലെവൽ ഓഫ് ഒക്കുപ്പൈ ദ ടോപ്പ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ ആയതുകൊണ്ട് മാക്സിമം കോൺസെൻട്രേഷൻ കെമിക്കൽ ഈ ടോപ്പ് ലെവലിലാക്കി വരും. അതുപോലെ വൾച്ചർ ടോപ്പ് ലെവലിൽ വരുന്ന ആളായതുകൊണ്ട് അവരിൽ മാക്സിമം എമൗണ്ടാണ് വരിക, ലീസ്റ്റ് എമൗണ്ട് അല്ല. അതുകൊണ്ടാണ് ഇത് തെറ്റായി പോയത്. അതായത് രണ്ടാമത്തെ 10% ലോ പ്രകാരം എന്താണ്, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അടുത്ത ചോദ്യം 2 മാർക്കിന്റെ ചോദ്യം. ഇതുവരെ നമ്മൾ ചോദിച്ചിരിക്കുന്നതെല്ലാം 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. MCQ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ 2 മാർക്കിന്റെ ചോദ്യം നന്നായിട്ട് വായിക്കാം. ഇവിടെ ഞാൻ അതിന്റെ ആൻസർ കീ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തൊക്കെ പോയിന്റുകൾ ഉൾപ്പെടുത്തണം എന്നത് കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഞാൻ ഈ കീയോട് കൊടുത്തിട്ടുള്ളത്. ചോദ്യം നന്നായിട്ട് വായിച്ചേ. അൺലൈക്ക് ആനിമൽസ്, പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് എനി എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആസ് ദേ ഡു നോട്ട് ഈറ്റ് ഫുഡ്. കമന്റ് അപ്പോൺ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. പ്ലാന്റ്സിൽ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും നമ്മൾ ആനിമലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം അവർ പ്ലാന്റ്സ് ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്ലാന്റിന് ഒരു തരത്തിലുള്ള എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം പ്ലാന്റിന്റെ എക്സ്ക്രീഷൻ ആള് ഒരു സെക്ഷൻ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ. അപ്പൊ തീർച്ചയായിട്ടും ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. തെറ്റാണ്, കംപ്ലീറ്റ്ലി റോങ് ആണ്. കംപ്ലീറ്റ്ലി റോങ് ടു സേ പ്ലാന്റ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് എനി എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. ആ ഒരു നോ എന്നുള്ള സാധനം നിങ്ങൾ അവിടെ പറയാൻ പറ്റണം. നിങ്ങൾ എഴുതിയിരിക്കണം, ആൻസർ എഴുതിയിരിക്കണേ.
ഈ നോ എന്ന് പറയുന്നതിൽ കംപ്ലീറ്റ് റോങ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം സ്പെസിഫൈ ചെയ്യണം ആൻസറിൽ. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. കാരണം ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. വെറുതെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കൊന്നും കിട്ടൂല. മനസ്സിലായ? അപ്പൊ കൃത്യമായി അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ് യൂസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഫോർ എക്സ്ക്രീഷൻ ഫ്രം ദോസ് ഓഫ് ആനിമൽസ്. അല്ലേ? എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഇതിൽ നിങ്ങൾ 2 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് 2 പോയിന്റ് കറക്റ്റായിട്ട് എഴുതണം. ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പോയിന്റ്സ് അധികം എഴുതിക്കും. ടൈം മാനേജ്മെന്റ് അൾട്ടിമേറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതിവിടെ ഓക്സിജന്റെ കാര്യം പറയുന്നത് നമുക്കറിയാം. ഓക്സിജൻ ഫോട്ടോസിന്തസിസ് ടൈമിൽ ഫോട്ടോസിന്തറ്റിക് വേസ്റ്റ് ആണ്. എക്സസീവ് പ്രൊഡ്യൂസ് ചെയ്തു, അത് പുറത്തേക്ക് കളയുന്നു. അത് നമ്മളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇതൊക്കെ വരുന്നുണ്ട്. രണ്ടാം പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സസ് വാട്ടർ ഈസ് റിമൂവ്ഡ് ട്രാൻസ്പിരേഷൻ ടൈമിലാണ്. എക്സസ് വാട്ടർ റിമൂവ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പിരേഷൻ ടൈമിൽ. കണ്ട ടെക്സ്റ്റ് ബുക്കിലല്ലേ ഉണ്ട്. പിന്നെ എന്താ പഠിച്ചിരിക്കുന്നത്? അതർ മെറ്റബോളിക് വേസ്റ്റ് സ്റ്റോർഡ് ഇൻ ഡെഡ് ലീഫ് റെസിൻസ് ഗം റിമൂവ്ഡ് ത്രൂ ഫാളൻ ഓൾഡ് ലീഫിലൂടെ പൊഴിയുന്നുണ്ട്. വേസ്റ്റ് പ്രോഡക്ട്സ് ലീഫിൽ കണ്ട ഫാൾ ഓഫ് കണ്ട പുറത്തേക്ക് പോകുന്ന ഗംസ് റെസിൻസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. വാക്യൂൾസിൽ സ്റ്റോർ ചെയ്യുന്നു. ഓൾഡ് സൈലത്തിൽ ഈ ഗംസും മറ്റു വേസ്റ്റുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് തന്നെയാണ്. ഒന്നും പുതിയതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സെല്ലുലാർ വാക്യൂൾസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. 2 മാർക്കിന്റെ ചോദ്യത്തിൽ മിനിമം 2 പോയിന്റ് എഴുതിയിരിക്കണം. മാക്സിമം നിങ്ങൾക്ക് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതണം. എഴുതണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ 2 പോയിന്റിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. കൃത്യമായിട്ട് 2 പോയിന്റ് കറക്റ്റായിട്ട് എഴുതാൻ വേണം. തെറ്റായിട്ട് നിങ്ങളുടെ ഭാവനയിലുള്ള ഉത്തരവോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഉത്തരവൊന്നും എഴുതാൻ പാടില്ല. കറക്റ്റ് പോയിന്റ്സ് കൃത്യമായിട്ടുണ്ടാവണം. സെന്റൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാം, ഇതേപോലെ തന്നെ സെന്റൻസ് എഴുതണമെന്ന് ഞാൻ പറയില്ല. സെന്റൻസ് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ എഴുതാം. പക്ഷെ വാലിഡ് പോയിന്റ്സ് അവിടെ ഉണ്ടാവണം. ഏറ്റവും ബെറ്റർ ഓരോ പോയിന്റ് കഴിയുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. ഇപ്പോൾ ഓക്സിജൻ അണ്ടർലൈൻ ചെയ്യുക, ഫോട്ടോസിന്തറ്റിക് വേസ്റ്റ് ആണ് അണ്ടർലൈൻ ചെയ്യുക, സ്റ്റൊമാറ്റോ അണ്ടർലൈൻ ചെയ്യുക. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ബെറ്റർ ആണ്. പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് കാണുമ്പോൾ പെട്ടെന്ന് ആ പോയിന്റ് കണ്ട് ശരിയിട്ട് എല്ലാം വായിച്ചു വെക്കാൻ നിൽക്കുകയൊന്നുമില്ല. പോയിന്റുകൾ കറക്റ്റ് ആണെങ്കിൽ മാർക്ക് സ്പോട്ടിൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാത്തൊരു സംഗതി നിങ്ങൾ എഴുതി അറിയാത്തൊരു സംഗതി എഴുതി. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ എഴുതി. ഇപ്പോൾ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് എഴുതി. എന്നിട്ട് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള സാധനത്തിന് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് എന്ത് ചെയ്യും? അത് അവർ കാണും. നിങ്ങൾ തെറ്റായിട്ട് പറഞ്ഞൊരു സാധനം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യരുത്. ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യം തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരീക്ഷയിൽ എത്തുന്ന സമയത്ത് ഇതൊക്കെ വളരെ എന്തായിരിക്കണം? കോഷ്യസ് ആയിരിക്കണം. നല്ല രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ബിഹേവ് ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ്. ദ വേ ഓഫ് പ്രസന്റിങ് ദി എക്സാം. നന്നായി പഠിച്ചിട്ടുണ്ടാവും, എല്ലാം സെറ്റായിരിക്കും. ബട്ട് നമ്മളൊരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന രീതി, പരീക്ഷയെ പ്രസന്റ് ചെയ്യുന്ന രീതി, അതിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. നേരത്തെ ഞാൻ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞില്ലേ, സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻ, പക്ഷെ ചില ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ 11ാമത്തെ ചോദ്യത്തിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നുകിൽ എ എഴുതാ അല്ലെങ്കിൽ ബി എഴുതാ. കണ്ടോ? മനസ്സിലായോ? സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന, നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരിക്കണം എഴുതേണ്ടത്. മനസ്സിലായ? ഫോർ എക്സാമ്പിൾ, 1ാമത്തെ ചോദ്യം നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരിക്കും. 2ാമത്തെ അത്രത്തോളം പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് എഴുതരുത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എ എന്നുള്ള ചോദ്യം നന്നായിട്ട് എഴുതാം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 11ാമത്തെ ക്വസ്റ്റ്യനിൽ എ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിർബന്ധമായും എ എന്ന് എഴുതി വെക്കാൻ നിങ്ങൾ പഠിക്കണം. ആൻസർ ഷീറ്റിൽ 11ാമത്തെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ എഴുതുന്നത് എ ആണെങ്കിൽ എ എന്ന് എഴുതണം. നിങ്ങൾ എഴുതുന്ന ഉത്തരം ബി ആണെങ്കിൽ ബി എന്ന് എഴുതണം. നിങ്ങൾ 11 എഴുതിയിട്ട് എ എന്നോ ബി എന്നോ എഴുതാതെ ബിന്റെ എത്ര എഴുതുന്നതായിരിക്കാം. നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കുന്ന ടീച്ചർ എന്തായാലും സബ്ജക്ട് നോളജുള്ള ടീച്ചറാ. സബ്ജക്ട് നോളജ് ടീച്ചർക്ക് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ബിന്റെ ഉത്തരമാണ് എഴുതുന്നത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങളിവിടെ ഈ ബി എന്ന് എഴുതിയില്ലെങ്കിൽ അത് വാല്യൂ ചെയ്യില്ല. കൃത്യമായി ശ്രദ്ധിക്കുക. ചോദ്യ നമ്പർ, സബ് ചോദ്യത്തിന്റെ നമ്പറൊക്കെ കൃത്യമായിട്ട് എഴുതാൻ എൻ്റെ മക്കൾ ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഹൗ മെനി ചേംബേഴ്സ് ആർ ദെയർ ഇൻ ഹാർട്ട് ഓഫ് ഫോളോവിങ് ഓർഗാനിസം? 2 ഓർഗാനിസമാണ് തന്നിരിക്കുന്നത്, ഫിഷും ഹ്യൂമണും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫിഷിൽ 2ഉം
ഹ്യൂമണിൽ 4 ചേംബറുമാണ്. അപ്പൊ ചോദ്യം ഇതുണ്ട്, ആ ചോദ്യം നമ്മൾ വിട്ടുപോരുത്. കഴിഞ്ഞിട്ടില്ല. അടുത്ത് ചോദിച്ചിരുന്നത് ഹൗ ഈസ് മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പ്രിവെന്റഡ് ഇൻ ദ ബോഡി. ഫിഷസിന്റെ കേസിൽ 2 ചേംബർ മാത്രമേ ഉള്ളൂ, ഒരു ഏട്രിയ ഒരു വെൻട്രിക്കിളും. അപ്പൊ ബ്ലഡ് നേരെ ഗിൽസിലേക്ക് ആദ്യം സപ്ലൈ ചെയ്യും. ഗിൽസ് സപ്ലൈ ചെയ്ത് അവിടുന്ന് ഓക്സിജൻ കഴിഞ്ഞിട്ട് നേരെ ബോഡി പാർട്സിലേക്ക് കൊടുക്കും, എന്നിട്ട് തിരിച്ച് വീണ്ടും വരികയാണ്. അപ്പൊ അവിടെ അങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അവിടെ മിക്സിംഗിന് വിഷയം വരുന്നില്ല, 2 ചേംബറാണ് വരുന്നത്. എന്നാൽ മനുഷ്യന്റെ കേസിൽ 4 ചേംബർ ഹാർട്ട് വരുന്നുണ്ട്. അപ്പോൾ 4 ചേംബർ വരുമ്പോൾ ചിത്രം കാണിച്ച പ്രകാരം 4 ചേംബർ വരുന്നുണ്ട് അല്ലേ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, ലെഫ്റ്റ് സൈഡിൽ ഓക്സിജനേറ്റഡ് ആണ്. അപ്പൊ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ വാളാണ്. ഈ വാളാണ് കാണുന്നുണ്ടല്ലോ, ഈ വാളാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ വാളിന്റെ പേര്? ഇതിന്റെ പേര് സെപ്റ്റം ആണ്. അത്ര എഴുതിയാൽ മതി. അവിടെ നിങ്ങൾ അത്രേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ആൻസറിലേക്ക് വരുമ്പോൾ 2 ചേംബർ ഹാർട്ടാണ് ഫിഷിനുള്ളത്. ബ്ലഡ് ഈസ് പമ്പ്ഡ് ടു ദ ഗിൽസ്, ഓക്സിജനേറ്റ് നടന്നു ഡയറക്ട്ലി റെസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പാസ്. അതാണ് ഫിഷിന്റെ കേസിൽ നടക്കുന്നത് കേട്ടോ. ഫിഷിന്റെ കേസിൽ അങ്ങനെയാണ് നടക്കുക, 2 ചേംബർ ഹാർട്ടേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് 4 ചേംബർ ഹാർട്ട് ഉണ്ട്. അവിടെ സെപ്റ്റം ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ആൻസർ ചെയ്തത് കേട്ടോ. സെപ്പറേഷൻ ഓഫ് റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ബൈ സെപ്റ്റം പ്രിവെന്റ് മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ്. അത്ര എഴുതുന്നു. 2 മാർക്ക് അനായാസം നമുക്ക് കിട്ടി. വാരി വലിച്ച് എഴുതണ്ട, പോയിന്റ്, ആൻസർ ടു ദ പോയിന്റ്. ഇനി അടുത്ത ചോദ്യം എന്താ? ഓർ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം എഴുതിയില്ലെങ്കിൽ ഈ ചോദ്യം എഴുതാലോ. അപ്പൊ ബിന്ന് കൃത്യമായിട്ട് ആൻസറിൽ എഴുതാം. എക്സ്പ്ലെയിൻ മെക്കാനിസം ബൈ വിച്ച് വാട്ടർ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ പ്ലാന്റ്സ്. ഇവിടെ നമുക്ക് ഒരുപാട് പോയിന്റ്സ് എഴുതാം. ട്രാൻസ്പിരേഷൻ, പുള്ള്, റൂട്ട് പ്രഷർ, അഡീഷൻ, കൊഹീഷൻ. ഈ പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൊണ്ട് നമുക്കറിയാം, വേരുകൾ ആദ്യം അയോൺസ് വലിച്ചെടുക്കുന്നു, അപ്പോൾ വാട്ടർ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാവുന്നു, വാട്ടർ റൂട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു. പിന്നെ ട്രാൻസ്പിരേഷൻ, പുള്ള് ജനറേറ്റ് ചെയ്യുന്നു. മുകളിൽ ട്രാൻസ്പിരേഷൻ ഇലകൾ നടക്കുമ്പോൾ വാട്ടർ മുകളിലേക്ക് പുള്ള് ചെയ്യുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കിക്കേ എന്തൊക്കെ പോയിന്റ്സ് അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് ആൻസർ വളരെ കൃത്യമായിട്ട് പറയുന്നു. സൈലം, അത് ഉൾപ്പെടാം, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് വാസ്കുലർ ടിഷ്യൂ ആണ് വാട്ടർ കണ്ടക്ഷന് സഹായിക്കുന്നത്? സൈലമാണ്. സൈലം മൂവ്സ് വാട്ടർ മിനറൽ ഒബ്റ്റെയിൻ ഫ്രം ദ സോയിൽ ത്രൂ റൂട്ട്സ് ടു ഓൾ അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇൻ യൂണിഡയറക്ഷണൽ മാനർ. നമുക്കറിയാം സൈലത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ യൂണിഡയറക്ഷണലാണ്, ഫ്ലോയം ബൈ ഡയറക്ഷണൽ. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് ആണ്. ആ യൂണിഡയറക്ഷൻ എന്നുള്ള അണ്ടർലൈൻ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ട്രാൻസ്പിരേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ലീഫ്. നമുക്കറിയാം ട്രാൻസ്പിരേഷൻ ഇലകളിൽ നഷ്ടപ്പെടും. അപ്പോൾ ട്രാൻസ്പിരേഷനിലൂടെ ഇലകളിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുമ്പോൾ ഒരു പുള്ള് ജനറേറ്റ് ചെയ്യും. പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഒരു പുള്ള്, അതിന് ട്രാൻസ്പിരേഷൻ പുള്ള് എന്ന് പറയാം. ട്രക്കീഡ് ആൻഡ് വെസൽ, സൈലത്തിന്റെ 2 ടൈപ്പ് ഓഫ് സെല്ലാണ്, ട്രക്കീഡും വെസൽസും. അപ്പൊ സൈലം ട്രക്കീഡിലും സൈലം വെസലിലും ഈ പുള്ളിങ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വെള്ളം അപ്വേർഡ് മൂവ് ചെയ്യും. അതാണ് പറഞ്ഞത് ഫെസിലിറ്റേറ്റിംഗ് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ. പിന്നെ അടുത്ത റൂട്ട് പ്രഷറാണ്, അല്ലെങ്കിൽ റൂട്ടിൽ നടക്കുന്ന ഈ അയോൺസ്, റൂട്ട് അയോൺസ് അബ്സോർബ് ചെയ്യുന്നു, വാട്ടർ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാവുന്നു. അപ്പൊ എന്ത് ചെയ്യും? വെള്ളം സോയിലിൽ നിന്ന് റൂട്ടിലേക്ക് വരുന്നു എന്നുള്ള പോയിന്റ് ആണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. റൂട്ട് ആക്റ്റീവ്ലി ടേക്ക് അയോൺസ് ഫ്രം ദ സോയിൽ ലീഡിംഗ് ടു ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, thereby water moves into the root eliminating the difference. ആ ഒരു അയോണിക് ഡിഫറൻസസ്, അയോൺസ് റൂട്ട് അബ്സോർബ് ചെയ്യുമ്പോൾ റൂട്ടിനകത്ത് വാട്ടർ കുറയും, പുറത്ത് വാട്ടർ കൂടും. അപ്പോൾ വാട്ടറിനെ റൂട്ട് എന്ത് ചെയ്യും? ഓസ്മോസിസ് പ്രകാരം ഓസ്മോട്ടിക് ഡിഫറൻസ് കൊണ്ട്, പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഹയർ കോൺസെൻട്രേഷൻ വാട്ടർ റൂട്ടിനകത്തേക്ക് കയറാണ്, ലോവർ കോൺസെൻട്രേഷൻ കയറാണ്. അങ്ങനെയാണ് പിന്നീട് സൈലത്തിലേക്ക് ഈ വാട്ടർ എത്തുന്നതും, അവിടെ സെൽ ടു സെല്ല് വാട്ടർ എത്തി പിന്നെ സൈലം വഴി എന്ത് ചെയ്യും? മുകളിലേക്ക് പോകുന്നതും. ക്രിയേറ്റിംഗ് സ്റ്റഡി മൂവ്മെന്റ് ഓഫ് വാട്ടർ ഇൻ ടു ദ റൂട്ട് സൈലം. അപ്പൊ ഇതാണ് നിങ്ങൾ ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. 2 മാർക്ക് നേടാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ പറ്റും. ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതായിട്ടും ഉണ്ട്. പക്ഷെ 2നും 2 മാർക്ക് തന്നെയാണ് തരുന്നത്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 2 എഴുതാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാം. സമയം നന്നായിട്ട് മാനേജ് ചെയ്യാൻ നോക്കണം. അതുകൊണ്ടാണ് സാർ ഈ മോഡൽ ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരവൊക്കെ ഇവിടെ ഉണ്ട്. സെപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളും, ഫിഷിന്റെ കാര്യം 2 ചേംബർ ആണെന്നും ഗിൽസിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഡയറക്റ്റ് റെസ്റ്റ് ഓഫ് ദ ബോഡിയിൽ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ആൻസറൊക്കെ എവിടെയുണ്ട്? എല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രാൻസ്പിരേഷന്റെ കേസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറിന്റെ കേസ് പറയുമ്പോൾ അവിടെയും റൂട്ട് പ്രഷറിന്റെ കാര്യവും റൂട്ട് ആക്റ്റീവ് അയോൺസ് ടേക്ക് ചെയ്യുന്ന കാര്യവും വെള്ളത്തിന്റെ മുകളിലേക്ക് എടുക്കുന്ന കാര്യം, ട്രാൻസ്പിരേഷൻ പുള്ളിന്റെ കാര്യവും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം നോക്കിക്കേ. About 100 acres of forest land was declared as natural reserve park. The following organisms were predominant in the natural reserve park. നാച്ചുറൽ റിസർവ് പാർക്കിലുള്ള
കുറച്ച് ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ ജീവികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഫുഡ് വെബ് കൺസ്ട്രക്ട് ചെയ്യണം, 2 സെപ്പറേറ്റ് ഫുഡ് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ 2 സെപ്പറേറ്റ് ഫുഡ് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് 2 ഫുഡ് വെബ് കൺസ്ട്രക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 സെപ്പറേറ്റ് ഫുഡ് ചെയിൻ ഞാൻ ആദ്യം ഒന്ന് വരച്ച് കാണിക്കാം. ഗ്രാസ് ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രാസ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഗ്രാസ്. ഈ ഗ്രാസിനെ ഭക്ഷണമാക്കുന്ന സീബ്ര, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സീബ്രയെ ഭക്ഷണമാക്കുന്ന ടൈഗർ ഉണ്ട് അവിടെ, സീബ്രയെ ഭക്ഷണമാക്കുന്ന ടൈഗർ. ഗ്രാസിനെ ഭക്ഷണമാക്കുന്ന സീബ്ര, സീബ്രയെ ഭക്ഷണമാക്കുന്ന ടൈഗർ. ഇനി വേറൊരു ഫുഡ് ചെയിൻ കൂടി നമുക്കവിടെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രീ ഉണ്ട് അവിടെ അല്ലേ, മരമുണ്ട്. ട്രീയിൽ നിന്ന് സീഡ് കഴിക്കുന്ന ബേർഡ്, അല്ലെങ്കിൽ നമുക്ക് സീബ്രയെ തന്നെ കണക്ട് ചെയ്യാം. ട്രീയിൽ നിന്ന്, ബ്രാഞ്ചിൽ നിന്ന് സീബ്ര എന്ത് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു. ആ സീബ്രയെ ടൈഗർ കഴിക്കുന്നു. കുറേ ഫുഡ് ചെയിൻ നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യാം. കുറേ ഫുഡ് ചെയിൻസ് നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ആക്ച്വലി ഈ 2 എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് വെബ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കാരണം ഇവിടെ സീബ്ര എന്നുള്ളത് കോമൺ ആണ്. ഇപ്പൊ ഗ്രാസ് എടുത്തു, പിന്നെ ട്രീ എടുത്തു. അപ്പൊ ഇവരെ ഭക്ഷണമാക്കുന്ന ആള് സീബ്ര. ഈ സീബ്രയെ ടൈഗർ ഭക്ഷണമാക്കുന്നു, എന്നുള്ളതാണ്. ഓക്കെ, ഈ സീബ്ര എന്ന് പറയുന്ന ആളിന് പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്നു, പ്രൊഡ്യൂസറിനെ ഈറ്റ് ചെയ്യുന്നു, അതിനെ ടൈഗർ ഈറ്റ് ചെയ്യുന്നു. ഇതല്ലാതെ വേറെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ വേറെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഈ പ്രൊഡ്യൂസറിനെ താഴെ എഴുതുന്നു, ഗ്രാസ്, പിന്നെ ട്രീസ്. ഇതാണ് നമ്മളെ ഈ തന്നിരിക്കുന്നതിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ. നമുക്ക് അതൊന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. തന്നിരിക്കുന്നതിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളുകൾ ആരൊക്കെ? ട്രീസ് പ്രൊഡ്യൂസറാണ്, ഗ്രാസ് പ്രൊഡ്യൂസറാണ്. ഈ ഗ്രാസിനെ ഭക്ഷണമാക്കുന്ന ഒരു ഇൻസെക്റ്റ് അവിടെ ഉണ്ടല്ലോ, ഇൻസെക്റ്റ് ഉണ്ട്. വാട്ടർ ഇൻസെക്റ്റ് അല്ല, ഇൻസെക്റ്റ് തന്നെ ഉണ്ട്. ഇൻസെക്റ്റിനെ ഭക്ഷണമാക്കുന്ന ഫ്രോഗ് എനിക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കുകയാണ്. ഫ്രോഗ് കൊടുക്കാം, ഇൻസെക്റ്റിനെ ഭക്ഷണമാക്കുന്ന ഫ്രോഗ്. അവിടെ സ്നേക്കും ഉണ്ട്, ഫ്രോഗിനെ ഭക്ഷണമാക്കുന്ന സ്നേക്ക് എന്ന് ഞാൻ കൊടുക്കുന്നു. കാരണം അവിടെ സ്നേക്ക് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഇനി ഇവിടെ സ്നേക്കിനെ ഭക്ഷണമാക്കുന്ന ഔള് ഞാൻ കൊടുക്കുന്നു. ഔള് സ്നേക്കിനെ ഭക്ഷണമാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, അങ്ങനെ കൊടുത്തു. ഇനി ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുക്കുക. ട്രീസിൽ നിന്ന് ഫ്രൂട്ട്സോ സീഡ്സോ ഒക്കെ കഴിക്കുന്ന ബേർഡ്സ്. കാരണം ഇവിടെ ബേർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്, കണ്ടോ, ബേർഡ് വന്നിട്ടുണ്ട്. ഈ ബേർഡിനെ സ്നേക്ക് ഭക്ഷണമാക്കാം, അല്ലെങ്കിൽ ഔള് ഭക്ഷണമാക്കാം. ചെറിയ ചെറിയ പക്ഷികളൊക്കെ വേട്ടയാടി പിടിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഭക്ഷണമാക്കാം. അതുപോലെ തന്നെ ഈ ബേർഡ് ഇൻസെക്റ്റിനെ ഭക്ഷണമാക്കാമല്ലോ. ഈ ബേർഡിന് വേണമെങ്കിൽ ഇൻസെക്റ്റിനെ ഭക്ഷണമാക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ. ഗ്രാസിനെ ഇൻസെക്റ്റ് കഴിക്കുന്നു, ഇൻസെക്റ്റിനെ ബേർഡ് കഴിക്കുന്നു, ആ ബേർഡിനെ ഔള് കഴിക്കുന്നു, അല്ലെങ്കിൽ സ്നേക്ക് കഴിക്കുന്നു. ഈ ട്രീസിൽ നിന്ന് ഫ്രൂട്ട്സിനെ ബേർഡ് കഴിക്കുന്നു, ബേർഡിനെ ഔള് കഴിക്കുന്നു. ഇവിടെ ഒരുപാട് ഫുഡ് ചെയിൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു അല്ലേ. ഇവിടെ ഇങ്ങനെ ഗ്രാസ് ഇൻസെക്റ്റ് കഴിച്ചു, ആ ഇൻസെക്റ്റിൽ നിന്ന് ഇൻസെക്റ്റിന് ഫ്രോഗ് കഴിച്ചു, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് വെബ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ട്രീ ഫുഡ് ചെയിനിൽ മരങ്ങളെ സീബ്ര കഴിക്കുന്നു, പിന്നെ സീബ്രയെ ടൈഗർ കഴിക്കുന്നു. ഗ്രാസ് ലാൻഡിലാണ് ട്രീ, ഗ്രാസ്, സീബ്ര, ടൈഗർ. നമുക്ക് ഏത് ഫുഡ് ചെയിൻ വേണമെങ്കിലും എഴുതാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇതിനൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം, ഒരു കോമൺ പോയിന്റിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ സീബ്രയാണ് കോമൺ, ആ സീബ്രയെ വെച്ച് ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെന്നായിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ബേർഡ് വെച്ച് ജോയിൻ ചെയ്യാം, കാരണം ബേർഡിനെ ഇവിടെ കുറേ ആൾക്കാർ ഭക്ഷണമാക്കുന്നുണ്ട്, ബേർഡ് കുറേ സാധനങ്ങൾ ഭക്ഷിക്കുന്നുമുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെ അങ്ങനെ എഴുതാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദി നെർവ് സെൽ ഹെൽപ്പ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. അപ്പോൾ ഡ്രോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ നെർവ് സെൽ അഥവാ ന്യൂറോണിനെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് വരക്കുക തന്നെ വേണം, നിർബന്ധമായും വരക്കണം. അത് വരക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, വരക്കാം. അപ്പോൾ വരക്കാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിയിൽ തന്നെ ഒന്ന് വരച്ചേക്കാം. സെല്ലിൻ്റെ, നെർവ് സെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അവിടെ ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂക്ലിയസ് ആണ്
സൈറ്റോപ്ലാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തെ വിളിക്കുന്ന പേര് സെൽ ബോഡി എന്നാണ്. സെൽ ബോഡി എന്നാ വിളിക്കാം. സെൽ ബോഡിയിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ദിസ് ഈസ് ദ 1 ബ്രാഞ്ച്, ദിസ് ഈസ് 2nd ബ്രാഞ്ച്, ദിസ് ഈസ് 3rd ബ്രാഞ്ച്, ദിസ് ഈസ് 4th. അതിൽ ഒരു ബ്രാഞ്ച് നീളത്തിൽ വരക്കാം. കുറേ ബ്രാഞ്ച് ഉണ്ട്, അതിൽ ഒരു ബ്രാഞ്ച് ഇലോങ്ങേറ്റ് ചെയ്ത് വരക്കാം. ക്ലിയർ? ഇലോങ്ങേറ്റ് ചെയ്ത് വരച്ച ആ സാധനമാണ്, ആ ഫിലമെന്റ് ആണ് ആക്സോൺ. ഇലോങ്ങേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്ന ഫിലമെന്റ് ആക്സോൺ. ഇലോങ്ങേറ്റ് ചെയ്യാതെ വരച്ചിരിക്കുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. എല്ലാത്തിന്റെ പേര് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഡെൻഡ്രോൺ. ആക്ച്വലി സെൽ ബോഡി എന്നുള്ള ഷോർട്ടസ്റ്റ് ഫിലമെന്റ് ഡെൻഡ്രോൺ ആണ്. ഷോർട്ടസ്റ്റ് ആണ്. ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫിലമെന്റ് ആക്സോൺ. വളരെ സിമ്പിൾ ആയിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാം. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഇതുപോലെ ബ്രാഞ്ചസ് കാണിച്ചു കൊടുക്കാം. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് ഡെൻഡ്രൈറ്റ് എന്നാണ്. അതുപോലെ ആക്സോണിനും ബ്രാഞ്ച് ഉണ്ട്. ആക്ച്വലി നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആക്സോണിന് ബ്രാഞ്ച് ഉണ്ട്. ആക്സോണിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് ആക്സോണൈറ്റ് എന്നാണ്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിച്ച പോലെ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആയ ആക്സോണിന്റെ ബ്രാഞ്ചിനെ ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. ആക്സോണൈറ്റിന്റെ അറ്റത്ത് കുറെ ബൾജ്ഡ് റീജിയൻസ് കാണാം, വീർത്തിരിക്കുന്ന ഭാഗം. ആൻഡ് ദിസ് ബൾജ്ഡ് റീജിയൻ ഇസ് കോൾഡ് ആസ് സിനാപ്റ്റിക് നോബ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്സോണിന് ചുറ്റിലും പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണം, ഒരു കവറിങ് ഉണ്ട്. ആക്സോണിന് ചുറ്റിലും പൊതിഞ്ഞിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്തിരിക്കുന്ന ഒരു ആവരണം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. കണ്ടോ? ഇതുപോലെ. അതിനെ വിളിക്കുന്ന പേര് മൈലിൻ ഷീത്ത് എന്നാണ്. ഷ്വാൻ സെല്ല് കൊണ്ട് നിർമ്മിതമായ മൈലിൻ ഷീത്ത്. ഇത്രത്തോളം വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇത്രത്തോളം ലേബൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് സെൽ ബോഡി ആണെന്നും ഇത് ഡെൻഡ്രൈറ്റ് ആണെന്നും ഇത് ആക്സോൺ ആണെന്നും ഇത് നെർവ് എൻഡിങ് ആണെന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ന്യൂക്ലിയസ്, ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, നെർവ് എൻഡിങ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇനി എങ്ങനെയാണ് ഇവിടുന്ന് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം രണ്ടാമതുള്ള ചോദ്യമാണ്. 2 ചോദ്യങ്ങളാണ്. ഹൗ നെർവ് സെൽ ഹെൽപ്പ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. ആക്ച്വലി നമ്മുടെ ബോഡിയുടെ സെൻസ് ഓർഗൻസിൽ സ്കിന്ന്, നോസ്, ഐ, ടങ്, ഇയർ, സെൻസ് ഓർഗൻസ്, അവിടെയുള്ള റിസപ്റ്റർ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യും. നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, സ്കിന്ന്, ഈ സെൻസ് ഓർഗൻസിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഈ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസിന് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യേണ്ട എബിലിറ്റി ഉണ്ട്. അപ്പൊ സ്റ്റിമുലസിനെ റിസീവ് ചെയ്താൽ റിസപ്റ്ററിൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇമ്പൾസ് എന്ന് പറഞ്ഞ മെസ്സേജ്, ഇൻഫർമേഷൻ, മെസ്സേജ് നമ്മുടെ തലച്ചോറിലേക്കൊക്കെ പാസ് ചെയ്യുന്ന മെസ്സേജ്. ഈ മെസ്സേജ് ന്യൂറോണിന്റെ ആദ്യഘട്ടത്തിൽ വരുന്ന ഭാഗം ഡെൻഡ്രൈറ്റിലേക്കാണ്. അപ്പൊ ഇൻഫോർമേഷൻ അഥവാ മെസ്സേജിനെ അക്വയർ ചെയ്യുന്ന ഭാഗം ഡെൻഡ്രൈറ്റ് ആണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റിലേക്കാണ് ആക്ച്വലി ഇമ്പൾസ് അല്ലെങ്കിൽ മെസ്സേജ് ആദ്യം സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് ഓഫ് ദ ന്യൂറോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് സെൽ ബോഡിയിലേക്കാണ് വരിക. ഡെൻഡ്രൈറ്റിൽ നിന്ന് സെൽ ബോഡി. വളരെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലേക്ക് വരും, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് വരും, സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലേക്ക് വരും, ആക്സോൺ നിന്ന് നെർവ് എൻഡിങ്ങിലേക്ക് വരും. കണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആക്സോണിന് ആക്സോണൈറ്റിലേക്കും അവിടുന്ന് സിനാപ്റ്റിക് നോബിലേക്കും വരും. സിനാപ്റ്റിക് നോബിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന കെമിക്കൽ സെക്രീറ്റ് ചെയ്യും. ആ തൊട്ടടുത്ത ന്യൂറോണിന്റെ, ഇതിന്റെ ബാക്കിൽ വേറെയും ന്യൂറോൺ ഉണ്ടാവും, തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ ആ കെമിക്കൽ ഇമ്പൾസ് ഇനി ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓൾ ഇൻഫോർമേഷൻ ഫ്രം അവർ എൻവിറോൺമെന്റ് ഡിറ്റക്റ്റഡ് ബൈ സ്പെഷ്യലൈസ്ഡ് ടിപ്പ് ഓഫ് സം നെർവ് സെൽ. ദ ഇൻഫോർമേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ഡെൻഡ്രൈറ്റിലേക്കാണ് ആദ്യം വരിക എന്ന് പറഞ്ഞത്. ഡെൻഡ്രൈറ്റ് അവിടുന്ന് നേരെ എങ്ങോട്ട് പോകും? അവിടെ കെമിക്കൽ റിയാക്ഷൻ സെറ്റ് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നേരെ സെൽ ബോഡിയിലേക്ക് പോകുന്നു, പിന്നെ ആക്സോണിന്റെ എൻഡിലേക്ക് പോകുന്നു.
ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്സോണൽ എൻഡിൽ, നെർവ് എൻഡിങ്ങിൽ നമ്മുടെ സിനാപ്റ്റിക് നോബിൽ കെമിക്കൽ ഉണ്ടാവും, ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ കെമിക്കൽ തൊട്ടടുത്ത ന്യൂറോണിൻ്റെക്ക് വരും, അല്ലെ ഗ്യാപ്പിലൂടെ പാസ് ചെയ്യും. സിനാപ്റ്റിക് ഗ്യാപ്പ് അല്ലെങ്കിൽ സിനാപ്സ് വഴി എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് വീണ്ടും ജനറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഈ ഒരു മെക്കാനിസം വളരെ കൃത്യമായി തന്നെ ഡയഗ്രാം വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇതാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്, വരക്കാനുള്ള രീതിയിലുള്ള ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഇൻ എ ജനറ്റിക് എക്സ്പെരിമെന്റ്, ഒരു ജനറ്റിക് എക്സ്പെരിമെന്റിൽ പ്യുവർ റൗണ്ട് സീഡിനെയും റിങ്കിൾഡ് യെല്ലോ സീഡിനെയും ക്രോസ് ചെയ്തു. അവരുടെ ജീനോടൈപ്പ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്നും സ്മോൾ ആർ ക്യാപിറ്റൽ വൈ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, F1-ൽ ഷോ ദ ഗാമീറ്റ് ഫോംഡ് വെൻ F1 വാസ് സെൽഫ് പോളിനേറ്റഡ്. F1 സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗാമീറ്റുകൾ എന്താണ്? അപ്പൊ ആദ്യം നമുക്ക് അവർ ക്രോസ് ചെയ്ത് F1 എന്താണെന്ന് ആദ്യം കണ്ടെത്താം. അപ്പൊ തന്നിരിക്കുന്ന ചെടി എന്താണ്? തന്നിരിക്കുന്നത് റൗണ്ട് ഗ്രീൻ തന്നിട്ടുണ്ട്. അതിൽ ജീനോടൈപ്പ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്രോസ്ഡ് വിത്ത് റിങ്കിൾഡ് യെല്ലോ. അവരുടെ ജീനോടൈപ്പ് തന്നിട്ടുണ്ട് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത ഘട്ടത്തിൽ ഗാമീറ്റുകൾ എടുത്തെഴുതണം എന്നുള്ളതാണ്. ഇവിടെയുള്ള ഗാമീറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഈ ഒരു ഗാമീറ്റ് ആണ്. ഇവിടുത്തെ ഗാമീറ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എന്ന ഗാമീറ്റ് ആണ്. ഗാമീറ്റുകൾ പരസ്പരം ഫ്യൂസ് ചെയ്യുന്നു, അത് നിർബന്ധമാണ്. F1 ജനറേഷൻ കിട്ടുന്നു. അപ്പൊ F1 ജനറേഷനിൽ എന്താ കിട്ടുക? F1 ജനറേഷനിൽ കിട്ടുക ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. എന്താണ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറയുമ്പോൾ അതും എന്താണ്? റൗണ്ട് യെല്ലോ തന്നെയാണ്. ഇതാണ് F1. പക്ഷെ ചോദ്യം അതല്ല. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ F1-നെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗാമീറ്റുകൾ കിട്ടുമെന്നാണ്. അപ്പൊ F1-നെ സെൽഫ് ചെയ്യുമ്പോൾ അവരുടെ ഗാമീറ്റുകൾ നമുക്കൊന്ന് നോക്കാം. F1-നെ സെൽഫ് ചെയ്യാന്നല്ല പറഞ്ഞത്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഇതിന്റെ ഗാമീറ്റ് കോമ്പിനേഷൻ ആണ് നോക്കേണ്ടത്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റുകൾ കോമ്പിനേഷൻ നോക്കിയാൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നൊരു ഗാമീറ്റ് കോമ്പിനേഷൻ അവർ പ്രൊഡ്യൂസ് ചെയ്യും. സംശയമൊന്നുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. ഞാൻ വേറെ കളർ കൊടുക്കട്ടെ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നൊരു കോമ്പിനേഷൻ ഓഫ് ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്നൊരു കോമ്പിനേഷൻ ഓഫ് ഗാമീറ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എന്നൊരു കോമ്പിനേഷൻ ഓഫ് ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്മോൾ ആർ സ്മോൾ വൈ ഇത്രയും സെറ്റ് ഓഫ് ഗാമീറ്റുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. F1-ന്റെ സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ F1 പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റുകൾ. അപ്പൊ ഇതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. എവിടെ? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. എ ടോട്ടൽ ഓഫ് 144 സീഡ്സ് വേർ പ്രൊഡ്യൂസ്ഡ് വിച്ച് ഡെവലപ്ഡ് ഇൻ ടു സാപ്ലിങ്സ്. ചെടികളായിട്ട് മാറി, വിത്തുകളുണ്ടായി, 144 വിത്തുകൾ മുളപ്പിച്ച് ചെടികളാക്കി. അപ്പൊ അവിടെ ഇൻഡിപെൻഡന്റ്ലി ഇൻഹെറിറ്റ് ചെയ്യുന്ന ഈ 144 സാപ്ലിങ്ങിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? അപ്പൊ F1 പാരന്റ് കിട്ടിയിരിക്കുന്നതിനെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ F1 പാരന്റ് എന്താ മക്കളെ? ഒന്ന് പറഞ്ഞേ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്രോസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അപ്പൊ ഇത് ഓൾറെഡി നിങ്ങൾ പല ആവർത്തി ചെയ്തതാണ്. സോ അതിലേക്കൊന്നും നമ്മൾ ക്രോസിംഗിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? റൗണ്ട് യെല്ലോ സീഡ്സ് എത്ര കിട്ടും? റൗണ്ട് യെല്ലോ സീഡ്സ് നമുക്കറിയാം ആ ഒരു ക്രോസിംഗ് ചെയ്യുമ്പോൾ 9 കിട്ടും. ഫീനോടൈപ്പിക് റേഷ്യോ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റൗണ്ട് ഗ്രീൻ എത്രയാണ് കിട്ടുക? റൗണ്ട് ഗ്രീൻ കിട്ടുക 3. അതുപോലെ തന്നെ റിങ്കിൾഡ് യെല്ലോ എത്ര കിട്ടുക? റിങ്കിൾഡ് യെല്ലോ എത്ര കിട്ടും? റിങ്കിൾഡ് യെല്ലോ ആ റേഷ്യോ ആണ് പറയുന്നത് 3. അതുപോലെ തന്നെ അവസാനമായി റിങ്കിൾഡ് ഗ്രീൻ എത്രയാണ് കിട്ടുക? ക്രോസ് ചെയ്യുമ്പോൾ റിങ്കിൾഡ് ഗ്രീൻ 1 കിട്ടും.
സോ ഇവിടുത്തെ റേഷ്യോ എത്രയായിരുന്നു നമുക്ക് കിട്ടിയേ 9:3:3:1. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, യാതൊരു തർക്കമോ കോംപ്രമൈസോ ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്, നമുക്കങ്ങനെ ഒന്നാം തലമുറയിൽ F1 സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന മൊത്തം സീഡ് 144 അത് മുളച്ചപ്പോൾ 144 സാപ്ലിംഗ് കിട്ടി. അപ്പൊ അവരുടെ ഇൻഡിപെൻഡന്റ് ഇൻഹെറിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നെ ചെയ്യേണ്ടത് റേഷ്യോ നമുക്കറിയാം 9:3:1. അപ്പൊ ടോട്ടലി 16 ചെടി എന്നുള്ള രീതിയിൽ ആ റേഷ്യോ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 16 ചെടി എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ അത് എത്രയിലേക്ക് കൺവേർട്ട് ചെയ്യണം, 144 കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന 144 സാപ്ലിംഗ് ആണെന്നല്ലേ തന്നിരിക്കുന്നത്. 144 വിത്തുകളുണ്ട്, അത് മുളച്ചപ്പോൾ 144 സാപ്ലിംഗ്. അപ്പൊ ആ റേഷ്യോയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം ആ 144 ആദ്യം എന്ത് ചെയ്താൽ മതി, ഈ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുക, 16 9 കിട്ടും അല്ലെ, 9 ശരിയല്ലേ, 54 5 9 10 11 12 14 യെസ് 9 കിട്ടും അല്ലെ. ഈ 9 ഇതാണ് നമ്മൾ അവിടുത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ 9 എന്ത് ചെയ്യണം, ഈ 9 ഓരോന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ടോട്ടലി നമുക്ക് കിട്ടും 144 ചെടികളിൽ റൗണ്ട് യെല്ലോ എത്ര എണ്ണം കിട്ടും, റൗണ്ട് യെല്ലോ എന്ന് പറയുന്നത് 9 × 9 81. ഇനി റൗണ്ട് ഗ്രീൻ എത്രയാ കിട്ടുക, 9 × 3 എത്രയാ, റൗണ്ട് ഗ്രീൻ എത്രയാ, 9 × 3 പറയും 27. ഇനി റിങ്കിൾഡ് യെല്ലോ എത്ര കിട്ടും, റിങ്കിൾഡ് യെല്ലോ അതുപോലെ തന്നെ 9 × 3 27. ലാസ്റ്റ് റിങ്കിൾഡ് ഗ്രീൻ എത്ര കിട്ടുക, 9. ആ റേഷ്യോ പ്രകാരം അല്ലെ 81:27:27:9 അല്ലെ. ശരിയല്ലേ മക്കളെ, ശരിയല്ലേ മക്കളെ, സാറ് പറഞ്ഞേ. ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടും, 81 + 9 എത്രയാ, 90 കിട്ടി. 90 54 എത്രയാ, 144 കിട്ടും. 144 അല്ലെ, 144 കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന റൗണ്ട് ഗ്രീന് റിങ്കിൾഡ് യെല്ലോ എടുത്തിരിക്കുന്നു, റൗണ്ട് ഗ്രീന് റിങ്കിൾഡ് യെല്ലോ എടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് F2 കിട്ടിയിരിക്കുന്ന എന്താണ്, റൗണ്ട് ഗ്രീന് കിട്ടിയിരിക്കുന്നു, റിങ്കിൾഡ് യെല്ലോ കിട്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ചെടി ഏതൊക്കെയായിരുന്നു, നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ചെടി റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോവുമാണ്. റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോ നമ്മൾ എടുത്തിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ചെടിയിൽ നമുക്ക് എന്തൊക്കെ കിട്ടി, റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോ. അതുപോലെ തന്നെ നമ്മൾ F2 എടുത്തിരിക്കുന്ന ചെടി ഏതാ, F2 എടുത്തിരിക്കുന്നത് F2 കിട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്ന F1 ചെടി എന്താ, റൗണ്ട് യെല്ലോ. ആ റൗണ്ട് യെല്ലോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഏതാ, റിങ്കിൾഡ് ഗ്രീൻ. പുതിയതായിട്ട് വന്നിരിക്കുന്നത് റിങ്കിൾഡ് ഗ്രീൻ. റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്ന സ്വഭാവം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതായത് F1 നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന പാരന്റ് പ്ലാന്റ് റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോവുമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും F2 കിട്ടിയിരിക്കുന്നതിൽ റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോവും കിട്ടിയിട്ടുണ്ട്. ഇനി F2 കിട്ടാൻ വേണ്ടി F1 ജനറേഷൻ കിട്ടി നമുക്ക്, അതിലെന്താ ഉള്ളത്, റൗണ്ട് യെല്ലോ. അപ്പൊ റൗണ്ട് യെല്ലോ ഉണ്ട്. ഇത് കൂടാതെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആരാ, പുതിയതായിട്ട് വന്നിരിക്കുന്ന ആള് റിങ്കിൾഡ് ഗ്രീൻ ആണ്. പുതിയതായിട്ട് വന്നിരിക്കുന്ന ആള് റിങ്കിൾഡ് ഗ്രീൻ ആണ്, റിങ്കിൾഡ് ഗ്രീൻ ആണ്. സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ടോട്ടലി റൗണ്ട് ടോട്ടൽ നോക്കിക്കോ, ടോട്ടൽ റൗണ്ട് സീഡ് എന്ന് പറയുമ്പോൾ റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റൗണ്ട് യെല്ലോ എന്ന് പറയുമ്പോൾ 81, റൗണ്ട് ഗ്രീന് 27, റിങ്കിൾഡ് യെല്ലോ 27, റിങ്കിൾഡ് ഗ്രീൻ 9. ഇതാണ് അവിടുത്തെ റേഷ്യോ വരുന്നത്. ടോൾ റൗണ്ട് 81, ടോൾ റിങ്കിൾഡ്, ഷോർട്ട് റൗണ്ട്, ഷോർട്ട് റിങ്കിൾഡ്. ശരിയല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ, ശരിയല്ലേ. ടോളല്ല ഇവിടെ, ആക്ച്വലി ടോൾ എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇതാണ് കേട്ടോ ക്യാരക്ടർ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ മാറിയതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സീഡ് ഷേപ്പും സീഡ് കളറുമാണ്, സീഡ് ഷേപ്പും സീഡ് കളറുമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന മാറിയാണ് കേട്ടോ, ഇതാണ് വരുന്നത്. പക്ഷെ റേഷ്യോ ഒക്കെ കറക്റ്റാണ്, റേഷ്യോ ഒക്കെ കറക്റ്റാണ്. 81:27:27:9 ആ റേഷ്യോ ഒക്കെ കറക്റ്റാണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നേഹ കൺസ്യൂംഡ് ബോയിൽഡ് സ്വീറ്റ് പൊട്ടറ്റോസ്, ബോയിൽഡ് എഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. 4 മാർക്കിന്റെ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. ഹെൽപ്പ് ഹെർ ടു അണ്ടർസ്റ്റാൻഡ് സം സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഫുഡ് ടേക്കൺ ബൈ ഹെർ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, A അല്ലെങ്കിൽ B എഴുതാം, A അല്ലെങ്കിൽ B എഴുതാം. പക്ഷെ C-യും D നിർബന്ധം, C-യും D എല്ലാവരും എഴുതണം. A-യിൽ B-യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. A എന്ന് പറയുന്നത് എന്താ, വിച്ച് ഓഫ് ദീസ് ഫുഡ് ഐറ്റം ഇസ് റിച്ച് ഇൻ പ്രോട്ടീൻ. മുട്ടയാണ്, മുട്ടയിലാണ് പ്രോട്ടീൻ കൂടുതൽ ഉണ്ടാവുക. കാരണം ജിമ്മിൽ പോകുന്നവർക്ക് മുട്ട നിങ്ങൾക്ക് കാണുന്നല്ലേ, മുട്ടയിലാണ് പ്രോട്ടീൻ കൂടുതൽ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ അലിമെന്ററി കനാൽ ഡൈജഷൻ ഓഫ് ദ കോമ്പണന്റ് ഇനിഷ്യേറ്റഡ്. പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിലാണ്, സ്റ്റൊമക്കിൽ. നെയിം ദ എൻസൈം, കണ്ടീഷൻ റിക്വയർഡ്, ഗ്ലാൻസ് അസോസിയേറ്റഡ് വിത്ത് ഡൈജഷൻ ഹിയർ.
അവിടെ എന്തൊക്കെയാണ് എൻസൈം എന്ന് പറയുന്നത്? പെപ്സിൻ ആണ്. പെപ്സിൻ, സ്റ്റൊമക്കിലെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പെപ്സിൻ ആണ്. കണ്ടീഷൻ അവിടെ അസിഡിക് എൻവിറോൺമെന്റിലൂടെയാണ് പെപ്സിൻ ഫോം ചെയ്യുക. അസിഡിക് എൻവിറോൺമെന്റ്, HCl അവിടെ അസിഡിക് എൻവിറോൺമെന്റ് ആണ്. ഗ്ലാൻഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് മുട്ടയിലാണ് തന്നിരിക്കുന്നതിൽ. അത് സ്റ്റൊമക്കിലാണ് ഇനിഷ്യേഷൻ തുടങ്ങുക. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പെപ്സിൻ ആണ്. മ്യൂക്കസ് ഇതൊക്കെ സെക്രീറ്റ് ചെയ്യും. ഹൈഡ്രോക്ലോറിക് ആസിഡ് അസിഡിക് എൻവിറോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക പെപ്സിൻ എന്ന എൻസൈമിന്റെ ആക്ഷന് വേണ്ടി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. പെപ്സിനോജനെ പെപ്സിൻ ആക്കാൻ അവിടെ അസിഡിക് എൻവിറോൺമെന്റ് വേണം. അതാണ് HCl പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. അടുത്ത ചോദ്യം എന്താ? വിച്ച് ഓഫ് ദീസ് ഫുഡ് ഐറ്റം കണ്ടെയ്ൻ ഫാറ്റ്, ഹൗ ഈസ് ഇറ്റ് ഡൈജസ്റ്റഡ്? മുട്ടയിൽ തന്നെ ആണ് ഫാറ്റ് ഉണ്ടാവുക കേട്ടോ. മുട്ടയിൽ തന്നെയാണ് ഫാറ്റ് ഉണ്ടാവുക. എക്സ് കണ്ടെയ്ൻ ഫാറ്റ്. ഫാറ്റ് ഡൈജഷൻ ചോദ്യം കഴിഞ്ഞില്ല. ചോദ്യം എന്താ? അടുത്ത ചോദ്യം എന്താ? ഹൗ ഈസ് ഇറ്റ് ഡൈജസ്റ്റഡ്? ഫാറ്റ് ഡൈജഷൻ നമുക്ക് ആദ്യം ഇമൾസിഫിക്കേഷൻ നടക്കുന്നത് ബൈൽ ജ്യൂസ്, ബൈൽ കണ്ടെയ്യുന്ന ബൈൽ സോൾട്ട് വലിയ ഫാറ്റ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ ഫാറ്റ് ആക്കുന്നു. അതാണ് ഇമൾസിഫിക്കേഷൻ. അതിനുശേഷം പാൻക്രിയാറ്റിക് ജ്യൂസിലെ ലിപ്പേസ് എന്ന എൻസൈം ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആക്കി മാറ്റുന്നു. അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ബൈൽ ജ്യൂസ് എഫിഷ്യൻസി കൂട്ടും, മറ്റേ ലിപ്പേസിന്റെ എഫിഷ്യൻസി കൂട്ടുന്നു, ആൽക്കലൈൻ മീഡിയം ക്രിയേറ്റ് ചെയ്യുന്നു. ഇമൾസിഫൈഡ് ഫാറ്റിനെ പിന്നീട് ലിപ്പേസ് എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റ് ചെയ്യുന്നു, ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആക്കി മാറ്റുന്നു. ഇതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ A അല്ലെങ്കിൽ B എഴുതാം. ഇനി C നോക്കിയോ. വിച്ച് ഓഫ് ദീസ് ഫുഡ് ഐറ്റം ഇസ് റിച്ച് ഇൻ സ്റ്റാർച്ച്? നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങിലാണ്, പൊട്ടറ്റോ. അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് മൗത്തിലാണ്. മൗത്തിൽ സലൈവറി അമിലേസ് ഹെൽപ്പ് ഇൻ ദ കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ടു മാൾട്ടോസ് എന്ന് വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ റിച്ച് ഇൻ സ്റ്റാർച്ച്, സലൈവയാണ്, സലൈവറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നു. അതിൽ സലൈവറി അമിലേസ് ഉണ്ട്. സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് മൗത്തിൽ വെച്ചിട്ടാണെന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഗിവൺ ഫിഗർ the figure given below represent part of human alimentary canal. Which of these part will have maximum amount of അത് നമുക്കറിയാം. മാക്സിമം amount of digested ഫുഡും അതുപോലെ തന്നെ പിന്നെ മാക്സിമം amount of digested food as soon as process of digestion completed. കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഈ ഫിഗറിൽ O ആണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അതിന്റെ ആൻസർ വരിക. സ്മോൾ ഇൻറ്റസ്റ്റൈൻ വിൽ ഹാവ് മാക്സിമം എമൗണ്ട് ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ് ആസ് ദ പ്രോസസ് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ, ഡൈജഷൻ എൻഡ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. പിന്നെ അടുത്ത വിഷ്വലി ഇംപയർഡ് സ്റ്റുഡൻറ്റിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് ഈ ചിത്രം ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്കുള്ളൊരു ചോദ്യം, ഹൗ വിൽ ദ ഡൈജസ്റ്റഡ് ഫുഡ് ടേക്ക് അപ്പ് ബൈ എലിമെന്ററി കനാൽ? ടേക്ക് അപ്പ് ബൈ ദി എലിമെന്ററി കനാൽ. ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്യുന്നത് ആരാ? ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇന്നർ ലൈനിങ് ഓഫ് ഇൻറ്റസ്റ്റൈൻ വില്ലസ് ഉണ്ട്, സർഫസ് ഏരിയ കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ട് അബ്സോർപ്ഷനും മാക്സിമം നടക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കേസ് സ്റ്റഡി വേസ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ലാസ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ കൂടി നമുക്കിവിടെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. A അല്ലെങ്കിൽ B എഴുതിയാൽ മതി. A ചോദിച്ചിരിക്കുന്നത് എന്താ? പുനീറ്റ് വാണ്ട് ടു ഗ്രോ ബനാന ബേസ്ഡ് ഓൺ യുവർ നോളജ് ഓൺ പ്ലാന്റ് റീപ്രൊഡക്ഷൻ ഷുഡ് ഹി ഓപ്റ്റ് ഫോർ സീഡ്. നമുക്കറിയാം ബനാന സീഡ് വഴിയല്ല എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാം. അവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നോക്കിക്കേ, പുനീറ്റ് ഷുഡ് നോട്ട് ചൂസ് സീഡ് ആസ് ബനാന പ്ലാന്റ് ഹാവ് ലോസ്റ്റ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് സീഡ്. അപ്പോൾ സ്റ്റെം കട്ടിങ്ങിലൂടെ അല്ലെ ബനാന പ്ലാന്റിന് അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് ഒരിക്കലും സീഡ് വഴി ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ ഉത്തരം വരിക. ഓസ്പ്രിംഗ് ഓഫ് ബനാന യൂഷ്വലി ഷോ വെരി ലിറ്റിൽ വേരിയേഷൻ. കാരണം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അസെക്ഷൽ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻ വളരെയധികം കുറവായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് വേരിയേഷൻ കൂടുക. ശരിക്കും വേരിയേഷൻ കൂടുന്നത് നല്ലത്, വേരിയേഷൻ കുറയുന്നത് അത്രത്തോളം നല്ലതല്ല. വാട്ട് കോസസ് വേരിയേഷൻ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് വേരിയേഷൻ വേരിയേഷൻ ഇല്ലാത്തത്. ചോദ്യം അതല്ല, വാട്ട് കോസസ് വേരിയേഷൻ? വേരിയേഷൻ കോസ് ചെയ്യുന്നത് കാരണം എന്താ? DNA ഉണ്ടാകുന്ന ഡിഫറൻസസ് ആണ്. 2 പാരന്റ്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ 2 പാരന്റ് ഉണ്ടാവും. അപ്പോൾ 2 പാരന്റിൽ നിന്നും ക്രോമോസോം വരുമ്പോഴാണ് വേരിയേഷൻ കൂടുതൽ ഉണ്ടാകുന്നത്. വേരിയേഷൻ ഉണ്ടാകുന്നതാണ് ശരിക്കും നല്ലത്. വേരിയേഷൻ ഇല്ലാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. വേരിയേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാം, പുതിയ കണ്ടീഷനോട് സർവൈവ് ചെയ്യാൻ എവല്യൂഷനിലേക്കൊക്കെ നയിക്കുന്നു. എറേഴ്സ് ആൻഡ് വേരിയേഷൻ DNA കോപ്പി ചെയ്യുന്ന സമയത്ത്, പുതിയ സന്താനം ഉണ്ടാകുമ്പോൾ DNA കോപ്പി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സ് ആണ് വേരിയേഷന് കാരണം. വേരിയേഷൻ ഈസ് ഗുഡാണ്. കാരണം കുറെ അൺഫേവറബിൾ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ ഈ വേരിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് സംഭവിക്കും. നല്ല വേരിയേഷൻ, ഫേവറബിൾ വേരിയേഷൻ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അനുകൂലമായിരിക്കും. ബാഡ് ഇഫ് ഇറ്റ് ഈസ് ബാഡ് ആസ് പാരന്റ് ഡിസൈറബിൾ ക്യാരക്ടർ ആർ ലോസ്റ്റ്. ചില സ്ഥലത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ബാഡാണ്. പാരന്റിന്റെ പ്യുവർ ആയിട്ടുള്ള സ്വഭാവം ഓസ്പ്രിംഗ് കാണിക്കില്ല വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഉള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയും പ്രശ്നമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വേരിയേഷൻ എന്ന് പറയുന്നത് ശരിക്കും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, അന്നി വാസ്
conducting research on number of fruits produced by watermelon under different condition. She grew 25 watermelon plant on both glass house A and B. She introduced pollinators. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വാട്ടർമെലൺ എന്ന് പറയുന്നത് യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബൈസെക്ഷൽ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്ലവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറിൽ ഒന്നുകിൽ മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, 2 ഗ്ലാസ് ഹൗസ് ഉണ്ട്, എയും ബിയും. 25 വത്തക്ക, അതായത് വാട്ടർമെലൺ പ്ലാന്റ്സിനെ എയിലും ബിയിലും അദ്ദേഹം, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ് ഹൗസ് എയിൽ മാത്രമേ പോളിനേറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഗ്ലാസ് ഹൗസ് എയിൽ 2 തരം ഫ്ലവർ ഉണ്ടെങ്കിൽ, മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടെങ്കിൽ, അവിടെ പോളിനേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വാട്ടർമെലൺ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ മറ്റൊരവസ്ഥയിൽ ഈ പോളിനേറ്റേഴ്സ് ഇല്ലാതിരിക്കുമ്പോൾ ഒരിക്കലും പോളിനേഷൻ നടക്കില്ല. സെൽഫ് പോളിനേഷൻ എന്നുള്ള സംഗതി അവിടെ നടക്കുന്നില്ല. കാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അനക്കം കൊണ്ടോ സെൽഫ് പോളിനേഷൻ നടക്കില്ല. കാരണം ഒരു ഫ്ലവറിൽ ഒന്നുകിൽ പിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റെയിം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് അവിടുത്തെ പ്രത്യേകത. വാട്ടർമെലൺ ഹാസ് യൂണിസെക്ഷൽ ഫ്ലവർ. ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ആർ സെപ്പറേറ്റ് ആണ്. ദ പ്രസൻസ് ഓഫ് പോളിനേറ്റേഴ്സ് വിൽ ഫെസിലിറ്റേറ്റ് ക്രോസ് പോളിനേഷൻ ബിറ്റ്വീൻ ദ ഫ്ലവർ, ഇൻക്രീസിംഗ് ദ ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. പോളിനേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കാം, പോളിനേഷൻ നടക്കും, വിത്ത് ഉണ്ടാവും, പഴം ഉണ്ടാവും. എന്നാൽ പോളിനേറ്റേഴ്സ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ, സെൽഫ് പോളിനേഷനുള്ള ചാൻസ് ഇല്ല അവിടെ. ബിക്കോസ് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്, ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ. അതാണ് അവിടെ. വിത്തൗട്ട് പോളിനേറ്റേഴ്സ് ദ പ്രോബിലിറ്റി ഓഫ് പോളൻ ഫാളിംഗ് ഓൺ സ്റ്റിഗ്മ റെഡ്യൂസസ് ഇൻ യൂണിസെക്ഷൽ ഫ്ലവർ, എസ്പെഷ്യലി ഇഫ് ദേ ആർ ഫാർ അപ്പാർട്ട്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവ്. പക്ഷെ പോളൻ നമ്മൾ ആദ്യത്തെ ഗ്ലാസ് ഹൗസ് എയിൽ പോളിനേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ക്രോസ് പോളിനേഷന് സാധ്യത കൂടും, വാട്ടർമെലൺ ഉണ്ടാവും, നല്ല രീതിയിൽ തന്നെ വിത്തും ഉണ്ടാവും. എന്നാൽ രണ്ടാമത്തെ ഗ്ലാസ് ഹൗസിൽ പോളിനേറ്റേഴ്സ് ഇല്ല. അപ്പോൾ സെൽഫ് പോളിനേഷൻ എന്തായാലും ഇത് നടക്കില്ല. കാരണം ഒരു ഫ്ലവറിൽ ആകെ സ്റ്റെയിമൻ അല്ലെങ്കിൽ പിസ്റ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ബി എന്ന് പറയുന്ന ചെടിയിൽ പോളിനേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സെൽഫ് പോളിനേഷൻ സാധ്യത കുറവാണ്. എസ്പെഷ്യലി ചെടികളെല്ലാം ദൂരമാണെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്നുള്ള സംഗതി നടക്കില്ല. എന്തായാലും ക്രോസ് പോളിനേഷനും നടക്കാനുള്ള സാധ്യത വളരെ കുറയും. അപ്പോൾ അതൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്ത ചോദ്യം, വാട്ട് ഡിഫറൻസ് വിൽ ഷീ ഒബ്സർവ് ഇൻ ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2 ഗ്ലാസ് ഹൗസസ്? എയിൽ നല്ലോണം ഫ്രൂട്ട്സ് ഉണ്ടാവും, ബിയിൽ വളരെ കുറവായിരിക്കും. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു. ലിസ്റ്റ് 3 ചേഞ്ചസ് ദാറ്റ് വിൽ ഒക്വർ ഇൻ ഫ്ലവർ വൺസ് ഇറ്റ് ഗെറ്റ് ഫെർട്ടിലൈസ്ഡ്. ഫെർട്ടിലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, നമ്മുടെ ഈ ഓവറി എന്ന് പറയുന്നത് ഫ്രൂട്ടും അതിനകത്തുള്ള ഓവ്യൂൾ സീഡൊക്കെ ആയിട്ട് മാറും. ഓവ്യൂൾ ഡെവലപ്പ് ടു ടഫ് കോട്ട്, സീഡ് കോട്ട് ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും. സീഡിന് സീഡ് കോട്ടും സീഡൊക്കെ ഡെവലപ്പ് ചെയ്യും. ഓവറി റൈപ്പൻ ടു ഫോം ഫ്രൂട്ട്. ഇത് പോസ്റ്റ് ഫെർട്ടിലൈസ് ഇവൻ്റ് ആണ്. പെറ്റൽസും പിന്നെ സെപ്പൽസും ഇതൊക്കെ കൊഴിഞ്ഞു പോകും. അതാണ് പെറ്റൽ, സെപ്പൽ, സ്റ്റേമൻ, സ്റ്റൈല്, സ്റ്റിഗ്മ, ഷ്രിവൽ ആൻഡ് ഫാൾ ഓഫ്. ഇത്രയുമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക. കൃത്യമായി നിങ്ങൾ റിക്വസ്റ്റ് പ്രകാരം തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ചോദ്യങ്ങളും വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മറ്റൊരു അവസരത്തിൽ കൂടുതൽ കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.